Good evening. So, നമ്മുടെ ടൈറ്റൻസ് ബാച്ചിൻ്റെ ലാസ്റ്റ് സെഷനാണ്. സൂപ്പർ 100 ക്വസ്റ്റ്യൻസ് മാത്സിനും സ്റ്റാറ്റിൽ നിന്നും ഒരു 100 ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ടെസ്റ്റ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു സെഷൻ്റെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ 30 ചെയ്യാൻ ശ്രമിക്കുക. ടൈം ലിമിറ്റിൽ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. വാല്യൂ എ ബോക്സ് കണ്ടെയ്ൻ 276 coin in the form of rupee 5, rupee 2 and rupee 1. The value of each kind. The value of each kind. So number of coins in the value. Ratio of value. Ratio of value 2:3:5. So that means normally 2:3:5 എന്നുള്ളത് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ്. സോ നോൺ സീറോ നമ്പറായ എക്സ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 2x 3x 5x ഇതെന്താണ് വാല്യൂവിൻ്റെ റേഷ്യോ ആണ്. സോ ദാറ്റ് മീൻസ് 2x വാല്യൂ 2x വരുന്ന 5 rupee കോയിൻസിൻ്റെ വാല്യൂ ആണ് 2x. സോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കോയിൻസ് കിട്ടണമെങ്കിൽ എന്താണ് ഈ വാല്യൂവിനെ ടോട്ടൽ വാല്യൂവിനെ അതിൻ്റെ കറസ്പോണ്ടിങ് അതായത് 5 rupee കോയിൻസ് അല്ല 2x എണ്ണം. സോ അതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത് നമ്പർ ഓഫ് കോയിൻസ് പ്ലസ് 3x എത്രയാണ് 2 rupee കോയിൻസ് ആണ് പ്ലസ് 5x 1 rupee കോയിൻസ്. ഈ ടോട്ടൽ നമ്പർ ഓഫ് കോയിൻസ് എത്രയാണ് തന്നിട്ട് നമുക്ക് 276. നമ്മൾ നോർമലി ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്പർ ഓഫ് കോയിൻസിൻ്റെ റേഷ്യോ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളത് സോൾവ് ചെയ്തിട്ടുള്ളത്, നോർമലി സോൾവ് ചെയ്യുന്നത്. ഇവിടെ വാല്യൂ ഉണ്ട്. ഇത് ലാസ്റ്റ് ഇയറിൽ വന്നിരിക്കുന്ന ഒരു മോക്ക് ടെസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ നമുക്ക് സോ LCM 10 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും 5 ആണ് 4x പ്ലസ് 15x plus 50x divided by 10 equal 276. So that means 4x plus 15x plus 50x 69x equal 2760. That implies x is equal to 2760 divided by 69. So 2760 divided by 69 40 കിട്ടും. x 40 നമുക്ക് എന്താണ് വേണ്ടത്. ദെൻ നമ്പർ ഓഫ് 2 rupee കോയിൻസ്. സോ 2 rupee കോയിൻസ് എത്രയാണ് 3x ഡിവൈഡഡ് ബൈ 2 ആണ്. 2 rupee കോയിൻസ് ഇസ് ഈക്വൽ ടു 3x ഡിവൈഡഡ് ബൈ 2 ആണ്. സോ 3 into 40 ഡിവൈഡഡ് ബൈ 2. സോ എത്ര കിട്ടും 60. സോ ആൻസർ 60. സോ ക്ലിയർ അല്ലേ, കേൾക്കാൻ പറ്റുന്നില്ലേ. സോ നമ്പർ ഓഫ് 2 rupee കോയിൻസ് വിൽ ബി ഈക്വൽ ടു 60. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A is to B തന്നിരിക്കുന്നു, B is to C, then C is to D തന്നിരിക്കുന്നു ആൻഡ് D is 50% more than E. സോ A is to B യും B is to C യും C is to D എന്നാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയാം. A is to B is to C is to D എന്ന് പറയുന്ന കണ്ടിന്യൂസ് റേഷ്യോ കണ്ടുപിടിക്കാൻ അറിയാം. 3:5 then 5:4 then 2:3. നമുക്ക് ഫസ്റ്റ് റോയിൽ 5 ഇവിടെ 4 മിസ്സിങ് ടൈം കൊണ്ട് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് എല്ലാത്തിലും ഒരു 5 ഉണ്ട്. ദെൻ മിച്ചമായിട്ട് വേണമെങ്കിൽ എന്തുകൂടെ എടുക്കാം 2 കൂടെ, ബിക്കോസ് ഇത് നമുക്ക് 4 എന്നുള്ള 2 into 2 ആണ്. സോ അതിൽ ഒരു 2 എടുക്കാം. സോ ദാറ്റ് മീൻസ് മിച്ചം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും 3:5:3:5:4 എന്തോരും 3 into 2 6. സോ ഇതാണ് നമ്മുടെ റേഷ്യോ വരുന്നത് 3:5:4:6. 3:5:4:6 ആണ് വരുന്നത്. ദാറ്റ് മീൻസ് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണിത്. ദാറ്റ് മീൻസ് നമുക്ക് A is to B is to C is to D ആണ്. ഇനി എന്താണ് D is 50% more than E. സോ D നമുക്ക് ഇത് എങ്ങനെ എടുക്കാം 3x A actual value 3x, B 5x, C 4x, D 6x. So D is 6x is equal to 50% more than E. That means E plus 50% of E. That means 6x equal to E എന്ന് പറഞ്ഞാൽ 1 ആണ്. Then 50% means 0.5. That means 1.5 E. Therefore E is equal to 6x divided by 1.5. 4x കിട്ടി. A 3x ആണ്, E 4x ആണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണം എന്താണ് A is to E is equal to
3x is to 4x, that means എത്ര കിട്ടും? 3 is to 4. 3 is to 4. ക്ലിയർ ആണോ? കേൾക്കാമോ? It will answer. Then next one. Income of P and Q are in the ratio 7:9 and ratio income 7:9 ആണ്. സോ ആക്ച്വൽസ് നമുക്ക് എങ്ങനെ എടുക്കാം? 7x 9x. ദെൻ റേഷ്യോ അടുത്ത എന്താണ്? റേഷ്യോ ആൻഡ് ദെയർ എക്സ്പെൻസസ് ആർ ഇൻ ദ റേഷ്യോ ഓഫ് എക്സ്പെൻസസ് എത്രയാണ്? 4:5. ദാറ്റ് മീൻസ് നമുക്ക് 4y 5y നമുക്ക് വേറൊരു വേരിയബിൾ എടുക്കണം, അല്ലെങ്കിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്നത് ഫാക്ടർ എക്സ് ആണെന്ന രീതിയിലോട്ട് വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ രണ്ട് ടേമിനെയും എന്താണ് നോൺ സീറോ നമ്പറായ y കൊണ്ട് ഇതിനെ രണ്ടിനെ നോൺ സീറോ നമ്പറായ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് രണ്ട് ആക്ച്വൽ വാല്യൂസ് കിട്ടി. ദെൻ ടോട്ടൽ എക്സ്പെൻസസ് ഈസ് ഈക്വൽ ടു ഇൻകം ഓഫ് പി. ടോട്ടൽ എക്സ്പെൻസസ് എന്തൊരു എക്സ്പെൻസസ് ആക്ച്വൽ എത്രയൊക്കെയാണ്? 4y + 5y ഈക്വൽ ടു എന്താണ്? ഇൻകം ഓഫ് പി. സോ ആദ്യം വന്നിരിക്കുന്ന പി അല്ലേ? സോ പി ഈസ് ടു ക്യൂ ആണ്. ദാറ്റ് മീൻസ് 7x 9y ഈക്വൽ ടു 7x. That means x is equal to 9 divided by 7y. Okay. Then നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? What is the ratio of their savings? സേവിങ്സിൻ്റെ റേഷ്യോ. നമുക്ക് സേവിങ്സ് ഫോർമുല അറിയാം. എന്താണ്? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ആണ് സേവിങ്സ്. ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. സോ ആദ്യത്തെ ആളുടെ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ആളുടെ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. ഓക്കെ. സോ ദാറ്റ് മീൻസ് നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ 7x എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയാൽ അറിയാം 9y ആണ്. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം? 9y മൈനസ് 4y ഡിവൈഡഡ് ബൈ സോ 9x വേണം. എക്സിൻ്റെ വാല്യൂ അറിയാം നമുക്ക്. അത് എക്സിൻ്റെ വാല്യൂ ഇതാണ്. സോ ഇതിനെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9x എത്ര വരും? 81y ഡിവൈഡഡ് ബൈ 7 മൈനസ് 5y. സോ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. 5y ഡിവൈഡഡ് ബൈ 81y മൈനസ് LCM 7 എടുക്കുമ്പോൾ 35y ദ ഹോൾ ഡിവൈഡഡ് ബൈ 7. സോ ഡിവിഷൻ ബൈ ഫ്രാക്ഷൻ നമുക്ക് 35y മുകളിൽ വരും. 81 മൈനസ് 35 എത്ര കിട്ടും? 46y. y get cancel. 35 is to 46. 35 is to 46. ചോയ്സിലുണ്ടല്ലോ, ചോയ്സ് ഡി. 35 is to 46. 35 is to 46. 35 is to 46. Clear? Then next one. സോ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ അഡീഷണൽ ആയിട്ട് പുതിയ സിലബസിലേക്ക് വന്നപ്പോൾ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഒരു 10 ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇതേപോലെ പാർട്ട്ണർഷിപ്പിൻ്റെ കേസ് വരുന്നതാണ്. സോ ഇൻകം ഷെയർ ചെയ്യുന്ന റേഷ്യോ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അതിനകത്ത് വരുന്നത്. ദെൻ അതിനകത്തെ ക്വസ്റ്റ്യൻ ആർ ആൻഡ് എസ് ആർ പാർട്ട്നേഴ്സ് ഇൻ എ ബിസിനസ്. ആർ ഇൻവെസ്റ്റ് 35,000 for 8 months and S invests 42,000 for 10 months out of a profit of rupees 31,750 R share is. സോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ എത്ര മാസത്തേക്കാണോ അതിൻ്റെ പ്രോഡക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ദാറ്റ് മീൻസ് 35,000 ഇൻറ്റു 8 ഈസ് ടു 42,000 ഇൻറ്റു 10 ആണ് നമുക്ക് ആക്ച്വൽ ഇൻകം ഷെയർ ചെയ്യുന്ന അവരുടെ ക്യാപിറ്റലിൻ്റെ പ്രപ്പോർഷൻ വെയിറ്റേജ് എടുത്തിട്ടുള്ള റേഷ്യോ വരുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്കിവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 1000 ഗെറ്റ് ക്യാൻസൽ. 35 ഇൻറ്റു 8 280 ഈസ് ടു 420. സോ ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് 28 ഈസ് ടു 42. 14 വെച്ചിട്ടാണെങ്കിൽ 2 ഈസ് ടു 3യിലാണ് എന്ത് ഡിവൈഡ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ആറിന് 2x ആണെങ്കിൽ എസിന് എത്രയാണ്? 3x ആണ്. സോ ദാറ്റ് മീൻസ് 5x ആണ്. 31,570. therefore x is equal to 31,570 divided by 5. 6,314. then 6,314 നമുക്ക് വേണ്ട എന്താണ്?
ഷെയർ ഓഫ് ആറിൻ്റെ ഷെയർ എത്രയാണ് 2x ആണ്. സോ ഇൻറ്റു 2 എടുക്കുമ്പോൾ എത്ര കിട്ടും 12,628. ചോയ്സ് ബി 12,628. ക്ലിയർ? അവർ തന്നിരിക്കും അവരുടെ ക്യാപിറ്റൽ ആ മന്തിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ് അവരുടെ റേഷ്യോ, അതായത് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ദെൻ ടോട്ടലിനെ ഈ റേഷ്യോയിൽ 2:3 ഡിവൈഡ് ചെയ്താൽ 6 കിട്ടുന്ന ഷെയറാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എ ബിഗാൻ എ ബിസിനസ് വിത്ത് ₹85,000 and is joined afterward by B with ₹42,500. How much period does B join if profit at the end of year are divided in the ratio 3:1? റേഷ്യോ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. എ കൊണ്ടുവന്ന എത്രയാണ് 85,000. ദാറ്റ് മീൻസ് 85,000 എന്നേ പറയുന്നുള്ളൂ. മന്ത് ദാറ്റ് മീൻസ് എൻറ്റയർ 12 months എ ഉള്ളതായിട്ട് നമ്മൾ എടുക്കും. ഇൻറ്റു 12:42,500 ഇൻറ്റു എക്സ്. അതാണ് ആ എത്ര മാസം അല്ലെങ്കിൽ എത്ര പീരീഡ് ഉണ്ടായിരുന്നു എന്ന് കണ്ടുപിടിക്കാനായിട്ട് അത് എക്സ് എന്നെടുത്തു. അതെന്ന് പറയുന്നത് എത്രയാണ് 3:1. 3:1. That implies 85,000 into 12 divided by 42,500. 42,500 into x equal 3/1. So that means so നോക്കാം എന്തെടുക്കാം x is equal to 85,000 into 12 divided by 3 into 42,500. So 24 divided by 3 8 എന്ന് കിട്ടും. 8 months. 8 months. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്തത് എന്താണ്, ക്യാപിറ്റലിൻ്റെ എന്താണ് അവരുടെ മന്തിൻ്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കറസ്പോണ്ടിങ് റേഷ്യോ ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. The next one, ABC are partners in a firm. A invest. So ABC, A is to B is to C എടുക്കാം. A invest 3 times as much as B invest and B invest 2/3 of what C invest. C invest ചെയ്തത് A ആയിട്ട് എടുക്കാം ബേസ് ആയിട്ട്. Therefore Bയുടെ എത്രയാണ് 2/3 A ആണ്. Then അതിനെ 3 times ആണ്. സോ 3 കൊണ്ട് മൾട്ടിപ്ലൈ എന്ത് കിട്ടും 2A അല്ലെങ്കിൽ എക്സ് എന്താണേലും സ്മോൾ ആണ് എടുത്തിരിക്കുന്നത്. ABC നമ്മൾ എക്സ് എന്ന് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ. സോ ദാറ്റ് മീൻസ് ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്, അറ്റ് ദ എൻഡ് ഓഫ് ഇയർ പ്രോഫിറ്റ് 6,600. വാട്ട് ഈസ് ദ ഷെയർ ഓഫ്? സോ ഇവിടെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുക, ആക്ച്വൽ റേഷ്യോ കണ്ടുപിടിക്കുക. നമുക്ക് എന്ത് കിട്ടി 2x ഈസ് ടു 2/3 x ഈസ് ടു എക്സ്. അപ്പോൾ നമ്മൾ എല്ലാ ടേമിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും 2:2/3:1. സോ നമുക്ക് എപ്പോഴും റേഷ്യോ വേണ്ടത് ഫ്രാക്ഷനിലോ ഡെസിമലിലോ ഒന്നുമല്ല, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിലാണ്. അത് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഡിനോമിനേറ്ററിലുള്ള ഈ 3 കൊണ്ട് ത്രൂ ഔട്ട് ഈ റേഷ്യോയുടെ ഏതെങ്കിലും ഒരു ടേമിനായിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എല്ലാ ടേംസിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റേഷ്യോ എത്ര കിട്ടും 6:2:3. സോ ദാറ്റ് മീൻസ് നമുക്ക് എന്ത് പറയാം 6,600 അല്ലേ, 6,600 ഏത് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 6:2:3. സോ ദാറ്റ് മീൻസ് ആക്ച്വൽ 6x plus 2x plus 3x equal to 6,600. That means 11x equal to 6,600. x equal to 600. So x 600 ആണെങ്കിൽ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഷെയർ ഓഫ് ബി. ബിയുടെ ഷെയർ എത്രയാണ് 2x ആണ്. 2x ആണ് എത്ര വരും, ബിയുടെ ഷെയർ എത്ര കിട്ടും 2x. ദാറ്റ് മീൻസ് 12,000. സോറി 600 അല്ലേ, 1,200. 1,200. Then next question. 2 vessels contain water and milk in the ratio 2:3 and 4:5 and mixed in the ratio 1:2. Then the ratio of milk and water in the new mixer അല്ലെങ്കിൽ തേർഡ് വെസലിൽ. സോ വെസൽ 1 എന്താണ് നോക്കുക, വാട്ടർ ഈസ് ടു മിൽക്ക് 2:3. സോ ദാറ്റ് ഇംപ്ലൈസ് വാട്ടർ എത്രയുണ്ട് 2/5, മിൽക്ക് 3/5 പോർഷനാണ്. വെസൽ 2 4:5 ആണ്. സോ ദാറ്റ് മീൻസ് 4/9
5/9. ദെൻ മൂന്നാമത്തെ വെസലിലേക്ക് ഇത് മിക്സ് ചെയ്യുന്ന ഏത് റേഷ്യോയിലാണ്? 1:2 1:2. സോ ദാറ്റ് മീൻസ് ഇതിനെ നമ്മൾ എന്താണ് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, വെസൽ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് വേണ്ടത് എന്താണ്? റേഷ്യോ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ. വെസൽ 3ലേക്ക് വരുമ്പോൾ മിൽക്ക്, വെസൽ 3ലേക്ക് വരുമ്പോൾ മിൽക്ക് എത്രയാണ്? 3/5 into 1 plus 5/9 into 2. So that means എത്ര കിട്ടും? 3/5 plus 10/9. So LCM 5 and 9 and 45, 27. 77 divided by 45 എന്ന് കിട്ടും. സോ അതേപോലെ വാട്ടർ, തേർഡ് വെസലിലേക്ക് വാട്ടർ വരുമ്പോഴത്തേക്കും 2/5 into 1 plus 4/9 into 2. So that means 2/5 plus 8/9. 8/9. 58 divided by 45. സോ നമുക്ക് വെസൽ 3യിലെ മിൽക്ക് ഈസ്റ്റ് വാട്ടർ അല്ലേ ചോദിച്ചിരിക്കുന്നത്. 77 divided by 45 is to 58 divided by 45. രണ്ടിനെ നമുക്ക് 45 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? 77 is to 58. 77 is to 58. മൂന്നാമത്തെ രണ്ടും കൂടെ 3ലേക്ക് ഒഴിച്ചു എന്നല്ല, രണ്ടിലും 1:2 വെസൽ 1ഉം വെസൽ 2ഉം മിക്സ് ചെയ്താൽ വെസൽ 3യിലെ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. വെസൽ 3യിലെ മിൽക്ക് ആൻഡ് വാട്ടർ റേഷ്യോ. ഓക്കെ അല്ലേ? Then next one. A raised to x equal to b, b raised to y equal to c, c raised to z equal to a. So that means a raised to x equal to b. That implies നമുക്ക് എന്താണ്? b equal a raised to x. രണ്ടാമത്തെ ഇതിലേക്ക് b യുടെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? a raised to x the whole raised to y equal to c. That implies c equal a raised to xy. c യുടെ വാല്യൂ c raised to z ലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ c raised to z equal to a. That implies a raised to xy z equal a raised to 1. a means a raised to 1. ബേസ് സെയിം ആണെങ്കിൽ എക്സ്പോണന്റ് സെയിം ആയിരിക്കും. x into y into z equal to 1. x into y into z is equal to 1. Okay. Then find the value of x if x into x raised to 1/3. So that means x into x raised to 1/3 equal x raised to 1/3 the whole raised to x. So that implies നമുക്ക് എന്ത് പറയാം? x raised to 1/3 plus 1 equal to x raised to 1/3x. So ഇവിടെ 1/3 1 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? x raised to 4/3 equal x raised to 1/3x. നമുക്കറിയാം രണ്ട് ഇൻഡീസസ് ബേസ് സെയിം ആണെങ്കിൽ എന്തായിരിക്കും? എക്സ്പോണന്റ് സെയിം ആയിരിക്കും. ദാറ്റ് മീൻസ് 4/3 equal 1/3x. നമുക്ക് എന്ത് ചെയ്യാം? 3 get cancel. That implies x is equal to 4. 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 Okay. Then next one. Would x is equal to 4 raised to 1/3 minus 4 raised to minus 1/3. Find x cube plus 3x. And ഇവിടെ നമ്മളൊരു ഷോർട്ട്കട്ട് ഫോർമുല ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. If x is equal to p raised to 1/3 minus p raised to minus 1/3, then x cube plus 3x equal p minus 1 by p or p square minus 1 divided by p. ഇവിടെ p യുടെ സ്ഥാനത്ത് 3 ആണ്, p യുടെ സ്ഥാനത്ത് 4 ആണ്. ദാറ്റ് മീൻസ് എന്ത് കിട്ടും? 4 square minus 1 divided by 4. 16 minus 1, 15/4 is the right answer under shortcut formula. Within seconds answer. Clear ആണോ? Then next one. 25 raised to 150 equal to 25x raised to 50. നമ്മൾ ഇൻഡിസസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 25 raised to 150 equal to 25 raised to 50 into x raised to 50. So that means നമുക്ക് ഇവിടെ ഇത് ക്യാൻസൽ ചെയ്യാൻ എത്ര വരും? 100 വരും. So that implies 25 raised to 100 equal x raised to 50. So നമുക്ക് ബേസ് സെയിം ആക്കുന്ന രീതിയിൽ കൊണ്ടുവരാം. 25 square the whole raised to 50 equal x raised to 50. So ഇവിടെ നമുക്ക് എന്ത് പറയാം? x is equal to
25 square. 25 then എന്താണ് 5 square ആണ്. The whole square is equal to 5 raised to 4. 5 raised to 4. 5 raised to 4. Okay. Then next one, 3 raised to x is equal to 5 raised to y equal to 7 raised to z. So that means 3 unknowns equal to വന്നാൽ ഒരു കോൺസ്റ്റന്റ് കയോട് ഇക്വേറ്റ് ചെയ്യും നമ്മൾ 3 raised to x equal to 5 raised to y equal to 75 raised to z equal to k. That implies 3 raised to x equal to k. That implies 3 equal k raised to 1 by x. So അതേപോലെ നമുക്ക് എന്ത് കിട്ടും? Second one, 5 equal k raised to 1 by y. Third one എന്ത് കിട്ടും? 75 equal k raised to 1 by z. 1 divided by z. So നോക്കിയാൽ അറിയാം 3 into 5 square ആണ് നമുക്ക് 75 കിട്ടുന്നത്. 3 into 5 square equal to 75. That implies k raised to 1 by x into k raised to 1 by y the whole square equal to k raised to 1 by z. So എന്ത് കിട്ടും? k raised to 1 by x into k raised to 2 by y equal k raised to 1 by z. So indicesന്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ k raised to 1 by x plus 2 by y equal k raised to 1 by z. So രണ്ട് ഇൻഡീസസ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നു. ബേസ് സെയിം ആണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും? എക്സ്പോണൻറ്റ് സെയിം ആയിരിക്കും. 1 by x plus 2 by y equal 1 by z. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? 1 by x plus 2 by y is equal to 1 divided by z. Okay. Then next one, 4 raised to x. 4 raised to x equal 5 raised to y equal 20 raised to z equal to k എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഇക്വേറ്റ് ചെയ്യാൻ നമുക്ക് 4 raised to x equal to k. That implies 4 equal k raised to 1 by x. അതേപോലെ 5 equal എന്ത് വരും? k raised to 1 by y. അതേപോലെ 20 equal to നമുക്ക് എങ്ങനെ എഴുതാം? k raised to 1 by z. So that means 4 into 5 equal to 20 ആണ്. 4 into LHS 4 into 5 equal to 20. That implies നമുക്ക് എന്ത് പറയാം? k raised to 1 by x into k raised to 1 by y equal k raised to 1 by z. So k raised to 1 by x plus 1 by y equal k raised to 1 by z. ഇൻഡിസസിൻ്റെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 1 by x plus 1 by y equal 1 by z. ഇങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? നമുക്ക് z ആണ് വേണ്ടത്. സോ LHS LCM എടുക്കുമ്പോൾ xy x അല്ലെങ്കിൽ y plus x divided by xy equal 1 by z. That implies z equal xy divided by y plus x നമുക്ക് എങ്ങനെ എഴുതാം? x plus y എന്ന് എഴുതാം. Therefore answer xy divided by x plus y. xy divided by x plus y. Then next one. So log in a question, log of a plus b divided by 4 equal 1 by 2 bracket nath log a plus log b. നമുക്ക് ഫസ്റ്റ് ഇതിനെ നമുക്ക് എഴുതാം log a plus log b can be written as log of ab. a plus b divided by 4 equal 1 by 2 log ab. So n log m can be written as log m raised to n. ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒന്നുകൂടെ ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം. ab divided by 4 equal log ab raised to 1 by 2. So that means log something base ഉണ്ട്. നമ്മൾ നോർമലി ഇവിടെ നമ്മൾ ബേസ് രണ്ട് ലോഗ് ഈക്വൽ ബേസ് സെയിം ആയിട്ടുള്ള രണ്ട് ലോഗ് ഈക്വൽ ആകുന്ന എപ്പോൾ മാത്രമാണ് ഇതിൻ്റെ ഈ വാല്യൂസ് സെയിം ആകുമ്പോൾ. സോ ദാറ്റ് മീൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം എ ബൈ ബി, എ ബി ഈസ് ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ് ടു 1 by 2. സോ രണ്ട് സൈഡിലും സ്ക്വയറിങ് ബോത്ത് സൈഡ്സ് കിട്ടും. ഇവിടെ എ ബി അല്ല, എ പ്ലസ് ബി ആണ്. എ പ്ലസ് ബി, എ പ്ലസ് ബി. സോ സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് വരും. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ 16 ഈക്വൽ ടു എ ബി ദ ഹോൾ റേസ്റ്റ് 1 by 2 സ്ക്വയർ എടുക്കുമ്പോൾ റൂട്ടിൻ്റെ സ്ക്വയർ 1 by 2 മീൻസ് റൂട്ടിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടും? എക്സാക്ട്ലി ദാറ്റ് നമ്പർ. സോ ദാറ്റ് മീൻസ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 16ab. ദാറ്റ് മീൻസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഈക്വൽ ടു 2ab അപ്പുറം പോകുമ്പോൾ എന്ത് വരും? 14ab. സോ ദാറ്റ് ഇംപ്ലൈസ് a square plus b square divided by ab equal to 14. a square ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിഞ്ഞാൽ a square by ab plus b square by ab എന്ന് എഴുതാം equal to 14. എന്താണ് a square by ab? a by b plus b by a equal to 14. ഇതെല്ലാം നമുക്ക് ചോദിച്ചിരിക്കുന്നത് a by b plus b by a is equal to 14. ലോഗിൻ്റെ ക്വസ്റ്റ്യൻ. Then next one, x square plus y square, x square plus y square equal to 7xy. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാനായിട്ട് ബോത്ത് രണ്ട് സൈഡിലും 2xy ആഡ് ചെയ്യുക. രണ്ട് സൈഡിലും 2xy ആഡ് ചെയ്യുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ്
2xy is equal to 7xy plus 2x ഉണ്ട്. രണ്ട് സൈഡിലും സെയിം നമ്പർ ആഡ് ചെയ്താൽ എന്താണ് ഇക്വേഷന് ഒരു രീതിയിലും ചേഞ്ച് ഉണ്ടാകില്ല. സോ ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് വൈ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9xy. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 9xy. സോ ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്, ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് നമുക്ക് എങ്ങനെ എഴുതാം? 2 log of x plus y equal to log 9 plus log x plus log y. So that means 2 log of x plus y, log 9 can be written as 3 square. That means 2 log 3 plus log x plus log y. So 2 log x plus y and ഇതിനെ മാത്രം LHSലേക്ക് കൊണ്ടുപോവാണ്. എന്തൊരു മൈനസ് 2 log 3 ഈക്വൽ ടു log x plus log y. So 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ log of x plus y minus log 3 equal to log x plus log y. So that means നമുക്ക് എങ്ങനെ എഴുതാം? log of a minus log b log of x plus y divided by 3 is equal to 1/2 ഈ 2 ഇപ്പറേക്കും 1/2 into log x plus log y. ഇതല്ലേ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? log of 1/3 into x plus y means log of x plus y divided by 3. 1/2 into log of x plus log y. Okay. Then next one. Log x equal to a plus b log y തന്നിരിക്കുന്നു. Then value of log of 10x divided by y square. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? log 10 plus log x minus log y square. log m by n, log m minus log n ആ പ്രോപ്പർട്ടിയാണ് എടുത്തിരിക്കുന്നത്. സോ log 10 1 ആണ്, പ്ലസ് log x എന്താണ്? a plus b ആണ്, മൈനസ് ഓഫ് log y can be written as 2 log y. So that means 1 plus a plus b minus 2 into a minus b. മൈനസ് ശ്രദ്ധിക്കണം. 1 plus a plus b minus 2a plus 2b. So that means 1 minus a plus 3b. 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 Okay. Then next one. Log x. Log of cube root of the base x is equal to 1/15. So that means in our log of 2 raised to 1/3 to the base x is equal to 1/15. Now log in the definition പ്രകാരം 2 raised to 1/3 is equal to x raised to 1/15. So that implies x is equal to 2 raised to 1/3 the whole raised to 15. So that means 2 raised to 15 divided by 3. 2 raised to 5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 32. ചോദിച്ചിട്ടുണ്ടല്ലോ, നല്ലൊരു ക്വസ്റ്റൻ ആണ്. 32. ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. നമുക്ക് 5 മാർക്സ് വെയിറ്റേജ്, 5 to 6 മാർക്സ് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ്. സോ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് നമ്മൾ ഓൾറെഡി വെയിറ്റേജ് പറഞ്ഞിട്ടുള്ളതാണ്. സോ ഒന്നുകൂടെ പറയാണ്, നാളെ നമ്മൾ മെയിൻലി നിങ്ങൾ നോക്കേണ്ട ചാപ്റ്ററുകളിലൊന്നാണ് ഫസ്റ്റ് ചാപ്റ്റർ. ദെൻ ആൽഫ ആൻഡ് ബീറ്റ ആർ ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ. സോ എക്സ് സ്ക്വയർ പ്ലസ് 7x plus 12 equal to 0 എന്ന് പറയുന്ന റൂട്ട്സ് ആണ് ആൽഫ ബീറ്റ. ദെർഫോർ ആൽഫ പ്ലസ് ബീറ്റ സം ഓഫ് റൂട്ട്സ് -7ഉം ആൽഫ ബീറ്റ c by a 12ഉം കിട്ടി. നമുക്ക് എന്താണ്? പുതിയ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വേണം. അതിൻ്റെ റൂട്ട്സ് എന്തൊക്കെയാണ്? ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് -7 സ്ക്വയർ എത്ര വന്നു? 49. ഫസ്റ്റ് റൂട്ട് കിട്ടി. രണ്ടാമത്തെ റൂട്ട് ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ആണെന്ന് പറഞ്ഞു. ബട്ട് നമുക്ക് രണ്ട് കാര്യങ്ങളെ അറിയത്തുള്ളൂ, ആൽഫ പ്ലസ് ബീറ്റ, ആൽഫ ബീറ്റയും. സോ അതിനകത്തേക്ക് മാറ്റാണ്. ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. So 49 minus 4 into 12 3 1. So രണ്ട് റൂട്ട്സ് കിട്ടി. സോ റൂട്ട്സ് അറിയാമെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമുല എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് സം ഓഫ് റൂട്ട്സ് ഇൻറ്റു എക്സ് പ്ലസ് പ്രോഡക്റ്റ് ഓഫ് റൂട്ട്സ്. സോ ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് 49 plus 1 50x plus 49 into 1 49 is equal to 0. So x square minus 50x plus 49 equal to 0. Clear?
then 1 root of the quadratic equation x square minus 3x plus k equal to 0 is 2. Then the value of k. ഒരു റൂട്ട് രണ്ടാമത്തെ റൂട്ട് കണ്ടുപിടിക്കാനല്ല, ഒരു റൂട്ട് ഇതാണ് തന്നു കഴിഞ്ഞാൽ എന്താണ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് ചെയ്യണം, ആ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ ദാറ്റ് മീൻസ് എക്സ് ഉള്ളതൊക്കെ 2 ഇട്ട് കൊടുത്താൽ 2 സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് കെ ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് 4 minus 6 plus k equal to 0 minus 2 plus k equal to 0. That implies k equal to 2. k 2 വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, 2 ഒരു റൂട്ട് ആകുന്നത്. രണ്ടാമത്തെ റൂട്ട് കണ്ടുപിടിക്കാനല്ല നമ്മുടെ ക്വസ്റ്റ്യൻ, ഒരു റൂട്ട് ആണെങ്കിൽ ഒരു അൺനോൺ ഫിഗർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. therefore k is equal to 2. then quadratic equation x square minus 2kx minus plus 16 equal to 0 will have equal roots. equal roots എപ്പോഴാണ് വരുന്നത്, equal roots വരുന്നത്, equal roots means b square minus 4ac equal to 0. b എത്രയാണ് ഇവിടെ, minus 2k the whole square minus 4 into 1 into 16 equal to 0. 4k square minus 64 equal to 0. That implies 4k square equal to 64. That implies k square equal to 64 divided by 4, 16. That implies k equal to root of 16. വരും പ്ലസ് ഓർ മൈനസ് 4. പോസിറ്റീവ് സ്ക്വയർ റൂട്ടും നെഗറ്റീവ് സ്ക്വയർ റൂട്ടും നമുക്ക് ചോയ്സിൽ വന്നിട്ടുണ്ട്. സംടൈംസ് നമുക്ക് പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രം തരുമ്പോഴാണ് നമ്മൾ 4 എന്നുള്ള ആൻസർ എഴുതുന്നത്. എപ്പോഴും റൂട്ട് എടുക്കുമെന്നാണ്, പോസിറ്റീവ് സ്ക്വയർ റൂട്ടും ഉണ്ട് നെഗറ്റീവ് സ്ക്വയർ റൂട്ടും ഉണ്ട്, പ്ലസ് ഓർ മൈനസ് 4. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ എക്സ് സ്ക്വയർ മൈനസ് കെ എക്സ് പ്ലസ് 8 ഈക്വൽ ടു 0 ഈസ് 4. സോ ദാറ്റ് മീൻസ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉണ്ട്, അതിൻ്റെ ഡിഫറൻസ് ദാറ്റ് മീൻസ് നമുക്ക് എന്തെടുക്കാം, ആൽഫ ബീറ്റ റൂട്ട് ആണെങ്കിൽ ആൽഫ മൈനസ് ബീറ്റ 4 ആയിട്ടും, ദെൻ ആൽഫ പ്ലസ് ബീറ്റ വരും, ആൽഫ പ്ലസ് ബീറ്റ മൈനസ് ബി ബൈ എ ദാറ്റ് മീൻസ് മൈനസ് കെ ഡിവൈഡ് ബൈ 1 എത്രയായിട്ടും കെ എന്നിട്ടും ആൽഫ ബീറ്റ, ദെൻ ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു 8. സോ നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം, ആൽഫ മൈനസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ ദ ഹോൾ സ്ക്വയർ മൈനസ് 4 ആൽഫ ബീറ്റ. So 4 square 16 equal to k square minus 4 into 8. So that means k square equal to 48. K is equal to root of 48. Okay, root of 16 into 3. So 16 root plus or minus 4 root 3. Plus or minus 4 root 3. Okay. സോ നിങ്ങളും അപ്പം തന്നെ ചെയ്യാം, നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുന്നുണ്ടോയെന്ന് അറിയണം. ദ നെക്സ്റ്റ് വൺ, ഫൈൻഡ് ദ പോസിറ്റീവ് വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ 12x സ്ക്വയർ. സോ 12x സ്ക്വയർ പ്ലസ് കെ എക്സ് പ്ലസ് 5 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിൻ്റെ റേഷ്യോ 3:2 ആണ്. സോ ദാറ്റ് മീൻസ് ഒന്ന് നമുക്ക് 3a ആയിട്ടും ഒന്ന് 2a ആയിട്ടും എടുക്കാം. ദെൻ സം 3a plus 2a that means 5a equal to minus k divided by 12. That implies a is equal to minus k divided by 12 into 5, 60. Then product 3a into 2a is equal to 5, 6a. 6a square equal to 5 divided by 12. So that implies 6 into k square divided by 60 into 60 equal to 5 by 12. So that implies k square equal 5 into 60 divided by 6 into 12. So ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് 5 ആണ്, ഇത് 10 ആണ്. സോ കെ സ്ക്വയർ എന്ന് പറയുന്നത് 5 സ്ക്വയർ ഇൻറ്റു 10 ആണ്. ദാറ്റ് ഇംപ്ലൈസ് കെ ഈക്വൽ ടു എന്ത് വരും, റൂട്ട് ഓഫ് 25 ഇൻറ്റു 10. 25 റൂട്ട് എത്ര കിട്ടും, 5 റൂട്ട് 10 റൂട്ട് 10. പോസിറ്റീവ് വാല്യൂ ഓഫ് കെ ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് എത്ര കിട്ടി, 5 റൂട്ട് 10. 5 root 10. 5 root 10. 5 root 10. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 5 മാർക്ക് വരെ വെയിറ്റേജ് വരാവുന്ന ഒരു ചാപ്റ്ററാണ് ഇക്വേഷൻ ചാപ്റ്റർ. അതിനകത്ത് മെയിൻലി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമുക്ക് ചോദിക്കാൻ കൊണ്ടാണ് ആ ഏരിയാസാണ് നമ്മൾ കൂടുതലും ഇതിനകത്ത് കവർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോർമലി നമ്മൾ ഓൾറെഡി MTPയിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്ത്, സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻസ് വരുന്ന കേസ് സോൾവ് ചെയ്യാനായിട്ട് MTPയിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏരിയയാണ് നമ്മളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഇന്നിക്വാളിറ്റിയിൽ നിന്ന് നമുക്ക് 3 ടൈപ്പ് പ്രോബ്ലത്തിൽ നിന്ന് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോ ഓൺ സോൾവിങ് എല്ലാം ഗ്രേറ്റർ ആണ്, എല്ലാ ഇന്നിക്വാളിറ്റീസും ഗ്രേറ്റർ ആയതുകൊണ്ട് 0 0 വരുന്ന
എല്ലാത്തിലും നമുക്ക് വേരിയബിൾസ് ഉണ്ട്. 0 വരുന്നത് ഒരിക്കലും വരത്തില്ല. 0 ഉണ്ടോ, എക്സിനും വൈക്കും 0 ഇട്ട് കൊടുത്താൽ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. ഉണ്ടോ 0 വരുന്നൊരു ചോയ്സ് ഉണ്ട്, അത് ഒഴിവാക്കാം. ദെൻ 5 0 ഇവിടെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ 5 0 വരുന്നൊരു ചോയ്സ് ഇവിടെ ഒന്ന് കൊടുത്ത് നോക്കിയുണ്ടോ. ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ മീൻസ് ഒരു കാരണവശാലും ഗ്രാഫ് ഒന്നും വരച്ച് നമ്മൾ സമയം കളയരുത്, നേരെ ചോയ്സ് ഇട്ട് കൊടുക്കുക. എല്ലാം മൂന്നിലും അല്ലെങ്കിൽ എത്ര ഇൻഇക്വാലിറ്റി ഉണ്ടോ, ഇവിടെ 3 ഇൻഇക്വാലിറ്റി ഉണ്ടോ, മൂന്നിലും സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് നോക്കുക. 5 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 > 12 എന്ന് വരും, അതുകൊണ്ട് അത് സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. then അതേപോലെ 0 3 അല്ലെങ്കിൽ 3 0 കൊടുത്തു കഴിഞ്ഞാൽ 3 > 12 എന്ന് വരും, അതും വരത്തില്ല. then ഒന്നും നോക്കേണ്ട കാര്യമില്ല, ആൻസർ എന്തായിരിക്കും, എ ആയിരിക്കും. സോ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൺഫേം ചെയ്യുക. എ ആയിരിക്കും. ഓക്കെ. then next one, find the range of real values. so x satisfying 3x minus 2 > 7. so that implies 3x > 9. x > 3 ഒന്ന് ചാടിക്കയറി ഫസ്റ്റ് ചോയ്സ് എഴുതരുത്, രണ്ടാമത്തെയും കൂടെ. രണ്ട് ഇൻഇക്വാലിറ്റീസിലും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. 4x minus 13 > 5. that means 4x greater than 28. so that implies x greater than 7. രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നത് x greater than 3 ആണെങ്കിൽ സെക്കൻഡ് വൺ, അതായത് 4 5 6 ഒന്നും തന്നെ 7 ഒന്നും തന്നെ നമുക്ക് എന്താണ് സെക്കൻഡ് ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തില്ല. സോ രണ്ടും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഏതേ വരത്തുള്ളൂ, x greater than 7. then ഇൻഇക്വാലിറ്റീസിൽ പിന്നീട് ചോദിക്കാവുന്ന ഇതാണ് വലിയൊരു ക്വസ്റ്റ്യൻ തന്നിട്ട് ഇൻഇക്വാലിറ്റി കൺസ്ട്രക്ട് ചെയ്യാനാണ്. മാനുഫാക്ചറിംഗ് കമ്പനി മാനുഫാക്ചേഴ്സ് കാർസ് ഓഫ് 2 types A and B. model A requires 150 man-hours assembling, 50 man-hours in painting and 10 man-hours in checking and testing. product B requires അതേപോലെ തന്നിരിക്കുന്നു. there are available, so നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്നത് അവേഴ്സ് ആണ്. therefore മോഡൽ A മോഡൽ B നമ്മൾ എക്സും വൈയും ആയിട്ട് എടുത്തു. then assembling then words for painting, testing and checking at maximum ആണ് പറഞ്ഞിരിക്കുന്നത്. that means greater than or equal to 30,000, then 13,000, then 5,000. model A requires 150 man-hours in assembling, 50 in painting and 10 man-hours in testing. അതേപോലെ model B requires 60 man-hours, then 40, then 20. so that means ഇതിന് നമ്മൾ ഇൻഇക്വാലിറ്റി ആയിട്ട് എഴുതിയാൽ എങ്ങനെ എഴുതാം, 150x plus 60y less than or equal to 30,000, then 50x plus 40y less than or equal to 13,000, then 10x plus 20y less than or equal to 5,000. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒബ്വിയസ്ലി എന്താണ് x, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളൊരു നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ്റ് കൂടെ വരും. സോ ഇതിനെ 30 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 5x plus 2y less than or equal to 1000. then അടുത്തത് 10 ഉണ്ട്, 5x plus 4y less than or equal to 1300, then x plus 2y less than or equal to 500, x, y greater than or equal to. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഇതാണ്. ചോയ്സ് ഏത് വരും, ചോയ്സ് എല്ലാം ലെസ് ദാൻ വരുന്നത് ചോയ്സ് സി. ഓക്കെ അല്ലേ. then next one, ഇത്രയാണ് നമ്മുടെ ഒരു മാർക്കാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിന് വീട്ടിൽ കൊടുക്കുന്നത്. then most important chapter, time value of money. സോ നമ്മുടെ 14 മാർക്സ് ചാപ്റ്റർ ആണ്. the difference between simple interest and compound interest on a sum for 3 years. ഫോമുല എന്താണ്, ഷോർട്ട് കട്ട് ഫോമുല pi² into I plus 3 equal to 228.75. I 0.05 ആണ്, p into 0.05 square into 3.05 is equal to 228.75. therefore p കണ്ടുപിടിക്കുക.
0.05 into equal to into 3.05 equal to m plus 228.75 divided by mrc അടിക്കുമ്പോൾ നമുക്ക് p 30,000 എന്ന് കിട്ടും. p ആണോ നമുക്ക് ചോദിച്ചിരിക്കുന്നതല്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടോ ഈ സെയിം കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ സം ദാറ്റ് മീൻസ് ഇപ്പോൾ കണ്ടുപിടിച്ച ഈ 30,000 പുറത്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഫോമിൽ എന്താണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് p ഇൻറ്റു അക്യൂമുലേറ്റഡ് എമൗണ്ട് അല്ല കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് p ഇൻറ്റു 1 പ്ലസ് i ദ ഹോൾ റൈസ് ടു n മൈനസ് 1. സോ 30,000 ഇൻറ്റു 1.05 റൈസ് ടു 2 മൈനസ് 1 ടെസ്റ്റ് ടച്ചിൽ ചെയ്യാം 1.05 ഇൻറ്റു ഈക്വൽ ടു മൈനസ് 1 ഇൻറ്റു 30,000 റൈറ്റും 3075 3075 3075 3075 3075. Then next one. The rate of simple interest on a sum of money is 6% per annum for the first 3 years, then 8% per annum for the next 5 years, and 10% beyond 8 years. The simple interest accrued by the sum for a period of 10 years. So that means simple interest ആണ് I is equal to PIT അല്ലേ. സോ ആദ്യം 3 വർഷത്തെ P എന്ന് പറഞ്ഞ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന 6% പ്ലസ് ആ P തന്നെ അടുത്ത 5 വർഷം 8%, then 10 പിന്നെ 2 വർഷമാണ് P ഇൻറ്റു 0.10 into 2 is equal to 1,560. So 0.18 40 20. So that means 0.78 P is equal to 1,560. That implies P equal to 1560 divided by 0.78 32,000. Okay, 2,000. Then next question. A sum of money doubles itself in 10 years. Then the number of years it would triple. Then simple interest question. Okay, the shortcut formula T1 divided by T2 is equal to N1 minus 1 divided by N2 minus 1. That means 10 divided by second year ആണ് കണ്ടുപിടിക്കേണ്ടത് 2 minus 1 divided by 3 minus 1. So 10 divided by T2 is equal to 1 by 2. Cross multiplyable T2 is equal to 20 years. 20 years ലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. സോ 10 ഇയേഴ്സ് കൊണ്ട് ഡബിൾ ആവുകയാണെങ്കിൽ 20 ഇയേഴ്സ് കൊണ്ടാണ് സിമ്പിൾ ഇൻട്രസ്റ്റിൽ 3 times ആകുന്നത്. Then next one, a certain sum of money amounts to rupees 6,300 in 2 years and 7,875 in 3 years 9 months simple interest. Amounts to, that means accumulated amount. Accumulated formula A is equal to P into 1 plus IT simple interest ആയതുകൊണ്ട് so P into 1 plus 2I equation 1 എന്ന് കൊടുക്കാം 7875 equal to P into 1 plus 3 years and 9 months, that means 3.75I. Then equation 2 divided by equation 1 എടുക്കാം 7875 divided by 6300 equal to P into 1 plus 3.75I P into 1 plus 2I. So P get cancel. P get cancel. 7875 divided by 6300 1.25 കിട്ടും equal to 1 plus 3.75I divided by 1 plus 2I. So 1.25 plus 2.5I equal 1 plus 3.75I. So that implies നമുക്ക് I എത്ര കിട്ടും ഇതിനെ നേരെ RHSലേക്ക് കൊണ്ടുവരാം. then ഇതിന് 1.25 equal to 0.25 is equal to 1.25 0.25 divided by 1.25. So 0.2 into 100, that means കിട്ടും I 0.2 എന്നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20%. Then next one, the annual birth rate per 1000 ആണ് 39.4. annual death rate per 1000 19.4. നെറ്റ് ചെയ്യുമ്പോൾ annual growth rate
ആനുവൽ ഗ്രോത്ത് റേറ്റ് പെർ 1000 നെറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 20.0. സോ നമുക്ക് എപ്പോഴും തൗസൻഡ്സിലല്ല റേഷ്യോ വേണ്ടത് ഹൺഡ്രഡ്സിലാണ്. സോ ദാറ്റ് മീൻസ് എത്ര കിട്ടും 2%. ഓക്കെ, സോ 20 ഡിവൈഡ് ബൈ 1000 ഇൻറ്റു 100 നമുക്ക് എത്ര കിട്ടും 2% എന്ന് കിട്ടും. ദെൻ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻ വിച്ച് പോപ്പുലേഷൻ വിൽ ബി ഡബിൾ. ഇപ്പോൾ പി ആണെങ്കിൽ ഡബിൾ ആകാനായിട്ട് നമുക്ക് എന്തെടുക്കാം 2p അക്യൂമുലേറ്റഡ് എമൗണ്ട് p ഇൻറ്റു 1 പ്ലസ് ഐ എത്രയാണ് 0.02 റേസ്ഡ് ടു n. സോ p ഗെറ്റ് ക്യാൻസൽ 2 ഈസ് ഈക്വൽ 1.02 റേസ്ഡ് ടു n. സോ n കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി 1.02 എത്ര തവണ മൾട്ടിപ്ലൈ 2 3 4 5 6 7 8 9 10 11 12 13 17 18 19 20 21 22 23 24 25 26 27 28 29 30 13 കിട്ടുന്നില്ല 31 32 33 34 35 35ൽ 1.999 എന്ന് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എത്രയാണ് 35 ഇയേഴ്സ്. 35 ഇയേഴ്സിലാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴുള്ള പോപ്പുലേഷൻ ഡബിൾ ആകുന്നത് ഈ ആനുവൽ ഗ്രോത്ത് റേറ്റിലെ 2% ആനുവൽ ഗ്രോത്ത് റേറ്റിലെ 2% ആനുവൽ ഗ്രോത്ത് റേറ്റ്. ദെൻ നെക്സ്റ്റ് വൺ the effective rate of equivalent 6% compounded monthly. So effective rate formula is equal to 1 plus I the whole raised to n minus 1 into 100. So rate into 100. I എത്രയാണ് 0.06 നെ 12 ഉണ്ട് 0.005. Then 1.005 raised to 12 minus 1 into 100. 1.005 into equal 2 times 3 4 5 6 7 8 9 10 11 12 minus 1 into 100 30 6.16%. 6.16%. Okay, then next one, a person deposited 5,000 in a bank. The deposit left to accumulate 6% compounded quarterly for the first 5 years and 8% compounded semi-annually for the next 8 years. The compounded amount at the end of 13 years. That means 13 വർഷം കഴിയുമ്പോഴുള്ള അക്യൂമുലേറ്റഡ് എമൗണ്ട് ആദ്യത്തെ 5 വർഷം ക്വാർട്ടർലി ആയിരുന്നു, പിന്നത്തെ 8 വർഷം സെമി ആനുവലി ആണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ കണ്ടുപിടിക്കുക. സോ ഫസ്റ്റ് 5 ഇയേഴ്സിലെ എ ഈസ് ഈക്വൽ ടു 5,000 ഇൻറ്റു 1 പ്ലസ് 0.06 divided by quarterly and divided by 4 raised to 20. That means 5,000 into 0.06 divided by 4. 1.015 raised to 20. 1.015 into equal 2 times 3 4 5 6 7 8 9 10 11 12 13 14 19 20 into 5,000 right to 6,734.28 round off ചെയ്തെടുത്താണ്. Then അടുത്ത 8 years next 8 years, that means 13 വർഷം കഴിയുമ്പോൾ അക്യൂമുലേറ്റ് കണ്ടുപിടിക്കാൻ എ ഇസ് ഈക്വൽ ടു പി യുടെ സ്ഥാനത്ത് എന്ത് വരും 6,734.28 ഇൻറ്റു 1 പ്ലസ് സെമി ആനുവലി ആണ്ട് 0.08 ഡിവൈഡഡ് ബൈ 2 the whole raised to 16. 1.04 raised to 16. 1.04 into equal 2 times 3 4 5 6 7 8 9 10 11 12 13 14 15 16 into 6,734.28 30 12,613.18. ഏറ്റവും അടുത്ത് വരുന്ന ചോയ്സ് 12,613.1. Then a machine worth rupees. So ഇവിടെ നമുക്ക് 4,90,740 depreciated at 15% opening value. Then നമുക്ക് എന്ത് കണ്ടുപിടിക്കണം so WDV is equal to C into 1 minus I the whole raised to n. So WDV അല്ലെങ്കിൽ depreciated value 2 lakhs ആണ്. C cost of asset is 4,90,741 minus 0.15 raised to n ആണ് കണ്ടുപിടിക്കേണ്ടത്. So 2 lakhs divided by 4,90,740 equal 0.85 raised to n. 2 lakh divided by 4,90,740 എത്രയായിട്ട് നമുക്ക്
0.4075 is equal to 0.85 raised to n. നോർമലി കണ്ടുപിടിക്കുന്ന 0.85 എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്താൽ 0.4075 കിട്ടുന്നതാണ്. ബട്ട് നമ്മുടെ ചോയ്സ് നോക്കിയേ എല്ലാം ഇൻ ബിറ്റ്വീൻ റൗണ്ട് വാല്യൂസ് അല്ല, ഇൻ ബിറ്റ്വീൻ ഫിഗർ ആണ്. സോ നമുക്കിവിടെ എന്ത് ചെയ്താൽ പറ്റുള്ളൂ, ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. സോ നമുക്ക് എന്ത് വരും, ലോഗ് 0.4075 ഈക്വൽ ടു എൻ ലോഗ് 0.85. സോ ലോഗ് കണ്ടുപിടിക്കാൻ എന്താണ്, ഈ നമ്പർ അടിക്കുക കാൽക്കുലേറ്ററിൽ 0.4075, ദെൻ റൂട്ട് എത്ര തവണ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15, then minus 1, then divided by 0.000070271, right? Minus 0.38985 equal to n into log 0.85. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 minus 1 divided by 0.000070271, ready? Minus 0.07579. So n is equal to 0.38985 divided by 0.07057 equal to 5.5 years. 5.5 years. So that means 5.5 years, 5 years, 6 months. 5.5 years, 5.5 years, 5 years and 6 months. 5.5 years, that means 5 years and 6 months. ഇവിടെ നമുക്ക് ഡയറക്റ്റ് കിട്ടില്ല, അതുകൊണ്ടാണ് ലോഗ് എടുത്തത്. ഡയറക്റ്റ് കിട്ടുന്നില്ലെങ്കിൽ ലോഗ് എടുക്കണം. The compound interest for a certain sum at 5% per annum for the first year is 25. Compound interest first year 25. ഇതിൽ നിന്നുള്ള ഇതെന്താണ്, സിമ്പിൾ ഇൻട്രസ്റ്റും ഫസ്റ്റ് ഇയറിൽ എത്രയാണ്, 25 ആണ്. ദെൻ സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ 2 years ആണ്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, എല്ലാ വർഷവും നമുക്ക് എത്ര തന്നെ കിട്ടും, സെയിം ഇൻട്രസ്റ്റ് ആണ്. സോ 2 വർഷം കൊണ്ട് കിട്ടും സിമ്പിൾ ഇൻട്രസ്റ്റ് എത്രയാണ്, 25 + 25 ഈക്വൽ ടു 50. അല്ലാതെ നോർമൽ ഫോമുലയിൽ ചെയ്ത് സമയം കളയരുത്, കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോടുകൂടി ഒറ്റയടിക്ക് ദെൻ സെക്കൻഡ്സ് ആൻസർ ചെയ്യുക. ദെൻ നെക്സ്റ്റ് വൺ, the simple interest on a sum of money is 4/9 of the principal and number of years is equal to the rate of interest. Then find the rate of interest per annum. Simple interest I is equal to PIT ആണ്. I is equal to PIT ആണ്. ഇവിടെ I എത്രയാണ് തന്നിരിക്കുന്നു, 4/9p. then P into I നമുക്ക് I/100 എന്ന് എടുക്കാം, ബിക്കോസ് എന്താണ്, ടൈം പീരീഡ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് എന്നാണ് I. So that means P get cancel. Cross multiply 400 divided by 9 equal I square. Therefore I is equal to root of 400/9, 20 divided by 3 അത്രയും percentage. 20 divided by 3%. Then CAGR കണ്ടുപിടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ. CAGR കണ്ടുപിടിക്കുന്ന ഫോമുല എന്താണ്, V of Tn divided by V of T0 the whole Tn minus T0 minus 1 into 100. So last year 2019 എത്രയാണ്, 480 divided by 250 the whole raised to 1/4 minus 1 into 100. So 480 divided by 250 1.92 കിട്ടും. ഫോർത്ത് റൂട്ട് നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാം. 2 തവണ റൂട്ട് അടിച്ചാൽ മതി. ആദ്യ തവണ റൂട്ട് അടിച്ചാൽ സ്ക്വയർ റൂട്ട്, ഒന്നുകൂടെ റൂട്ട് അടിച്ച് കഴിഞ്ഞാൽ ഫോർത്ത് റൂട്ട്. ഇവിടെ നമുക്ക് 15 ടൈംസിൻ്റെ കാൽക്കുലേറ്റർ ട്രിക്കിലേക്ക് പോകേണ്ട കാര്യമില്ല. -1 into 100 30, 17.71%. 17.71%. The next question, Mr. X invests rupees 10,000 every year starting from today. Every year starting from today. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി, annuity due. Then now can calculate the future value. So ANI, future value of annuity due formula എന്താണ്, A into 1 plus I the whole raised to n minus 1 the whole divided by I into 1 plus I. So 10,000 into 1.08 raised to 10 minus 1, 0.08 into 1.08. So 1.08 raised to 10 question directly given ആണ്. നേരെ ഇട്ട് കൊടുക്കുക, 2.158925 minus 1 divided by 0.08 into 1.08 into
10,000 30 1,56,454.875 അല്ലെങ്കിൽ 88 choice A. Next one. Mr. X purchases a car for rupees 5,50,000. He gets a loan of rupees 5 lakh, 5% from a bank balance 50,000 pays at the time of purchase. He has to pay the whole amount of loan in 12 monthly installments. Understand? Loan 5 lakh ആണ് 12 monthly installments with starting at the end of the first month. At the end of the first month. That means loan case എന്താണ് നമ്മൾ present value ആണ് കണ്ടുപിടിക്കുന്നത്. V is equal to A into PNI. So V എത്രയാണ് 5 lakhs ആണ് 50,000 ലോൺ അല്ല നമ്മൾ ഡൗൺ പേയ്മെന്റ് ആയിട്ട് അടച്ചു. A കണ്ടുപിടിക്കണം. Then P into N. So 0.15 divided by 12. 0.15 divided by 12 എന്ന് എത്രയാണ്? I 0.125 ആണ്. 0.125 ആണ് I. N 12 months ആയിട്ട് 12 0.125. So that means okay, 5 lakhs is equal to A into 1 divided by 1.0125 equal to 12 times GT. നേരെ M plus അടിക്കുക. A കണ്ടുപിടിക്കാനായിട്ട് 5 ലാഖിനെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 divided by 1.0125 1 2 3 4 5 6 7 8 9 10 11 12 GT അടിക്കുക. M plus 5 lakh divided by MRC equal 30. A is equal to 45,129.15 129.156. So that means നമ്മുടെ ചോയ്സ് ലേറ്റ് എടുത്ത് വരുന്നത് 45,130 45,130 45,130. Then next one. A company establishes a sinking fund. So sinking fund എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? Future value for the payment of 2 lakhs debt at in 20 years. No, future value 20. So sinking fund means future value of annuity regular. A into 1 plus I the whole raised to n minus 1 divided by I. So എത്രയാണ് ഫ്യൂച്ചർ വാല്യൂ? 2 lakhs ആണ് വേണ്ടത്. ഇപ്പോൾ 20 വർഷം കഴിയുമ്പോൾ A കണ്ടുപിടിക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് തന്നിട്ടുണ്ടോ? 5% അല്ലേ? 1.05 raised to 20 minus 1 divided by 0.05. A കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റർ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യണം. 1.05 into 2 times 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 minus 1 divided by 0.05 equal അടിക്കുക. M plus 2 lakhs divided by MRC equal 30. $6,049.51. Choice 6,049 is the right answer. Then next one, a company may obtain either by leasing it for 5 years at an annual rent of 2,000 or by purchasing the machine. So 8,100 leasing ആണെങ്കിൽ ഫോർമുല എന്താണ്? V is equal to A into PNI. ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാൻ. So എത്രയാണ്? 2,000 into PNI. എത്രയാണ്? N 5 0.18. So that means 1 divided by 1.18 1 2 3 4 5 GT into 2,000 36,254.35. So ഏതാണ് ബെറ്റർ? ഔട്ട്ഫ്ലോ കുറവ് വരുന്ന ലീസിംഗ് ഓപ്ഷനിലാണ്. സോ ലീസിംഗ് ഈസ് പ്രിഫറബിൾ. Then next one, nominal rate, inflation. So real rate ഫോർമുല എന്താണ്? നോമിനൽ റേറ്റ് മൈനസ് ഇൻഫ്ലേഷൻ. സോ എത്രയാണ്? 17% minus 9% equal to 8%. Then GDP നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് P into 1.08 ആ ഒരു റിയൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ത് ചെയ്യാണ്? കോമ്പൗണ്ട് ചെയ്യുന്നത് 6 years. So that means 1.08 into equal to times 3 4 5 6 എത്രയാണ്? 1.587p.
1.587p. Then next question. Stock pays annual amount of rupees 10 from 6th years onwards. And പലതവണ നമുക്ക് മോക്ക് ടെസ്റ്റുകളിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 6 years onwards നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇൻഡെഫിനിറ്റ് ആയിട്ട് പെർപ്പച്വലി നമുക്ക് എന്ത് കിട്ടുന്നു? 10 rupees. സോ ദാറ്റ് മീൻസ് 6th year onwards നമുക്ക് എത്രയാണ്? 10. 7th year 10. സോ ദാറ്റ് മീൻസ് 5th ഇയറിലെ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 6th year ലാസ്റ്റ് മുതൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 10 rupees കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് 6th year onwards എന്താണ്? അതൊരു പെർപ്പച്യൂറ്റിയാണ്. പെർപ്പച്യൂറ്റിയുടെ കണ്ടുപിടിക്കാൻ ഫോർമുല എന്താണ്? R/I. എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ I എത്രയാണ്? 0.20. 10 ഡിവൈഡ് ബൈ 0.2 എത്ര കിട്ടും? 50. സോ ഫിഫ്ത്ത് ഇയറിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 20. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വാല്യൂ, പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. 5th yearൽ 20 ആണെങ്കിൽ, 5th yearൽ 20 ആണെങ്കിൽ ഇന്നത്തെ വാല്യൂ കണ്ടുപിടിക്കാം. പ്രസൻറ്റ് വാല്യൂ of single cash flow 20 divided by 1 plus I the whole raised to 5. That means 20 divided by 1.2 the whole raised to 5. So 1.2 into equal 2 times 3, 4, 5. M plus adikka 20 divided by MRC equal 30. Sorry, 50. 20 all 50 all. 50 divided by MRC equal എത്രയാണ്? 20.09. That means 20.1. അതാണ് ഒരു മോക്ക് ടെസ്റ്റുകളിലൊക്കെ പലതവണ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. 20.09. That means 20.1. Then next one. 10 years ago, earnings per share, ABC Limited is 5 per share. Its EPS for this year. So that means 10 years ago, 5 and in between 10 years ആണ്. ഇപ്പോഴത്തെ എത്രയാണ്? 22 ആണ്. 22 ആണ്. So that means A is equal to P into 1 plus I the whole raised to n. So ഇപ്പം A 22 ആണ്. 5 into 1 plus I the whole raised to 10. So ഇവിടെ നോക്കാം. 1 plus I the whole raised to 10 equal to 22 divided by 5. എത്രയാണ്? 4.4. Therefore 1 plus I equal 4.4 raised to 1 by 10. So 10th root കണ്ടുപിടിക്കുക കാൽക്കുലേറ്ററിൽ. 4.4 അടിക്കുക. Then root 1, 2, 3, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 minus 1 divided by 10. Then plus 1 into equal to 15 times. 1, 2, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15. So എത്രയാണ് കിട്ടിയത്? Equal to 1.1597. So I is equal to 0.1597. That means 15.97%. ചോദിച്ചിട്ടുണ്ടോ? 10 വർഷം മുമ്പുള്ളത് ഇന്നത്തെ, അതായത് അന്നത്തെ പ്രസൻറ്റ് വാല്യൂ 10 വർഷത്തിന് ശേഷം ഇൻട്രസ്റ്റ് റേറ്റിൽ എന്താണ് കോമ്പൗണ്ട്, അല്ലെങ്കിൽ ആ റേറ്റ് ഓഫ് റേറ്റിൽ EPS റേറ്റിൽ കോമ്പൗണ്ട് ചെയ്തിട്ടാണ് ഇന്നത്തെ അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള EPS കിട്ടുന്ന, ഏർണിങ്സ് പെർ ഷെയർ കിട്ടുന്നത്. സോ കോമ്പൗണ്ട് ആണ് ചെയ്യുന്നത്. ആ റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുന്നുണ്ട്. ഗ്രോത്ത് റേറ്റിൽ കോമ്പൗണ്ട് ചെയ്യുന്നു. ഗ്രോത്ത് റേറ്റ് കണ്ടുപിടിച്ചു എത്രയാണ്? 15.97%. Then next question. There are 10 trains moving between C and D. In how many ways a man go from C to D by return? സിയിൽ നിന്ന് ഡിയിലേക്ക് 10 trains ആണ്. തിരിച്ചു വരാനായിട്ട് ഡിഫറെൻറ്റ് ട്രെയിൻ ആണെങ്കിൽ 9 trains ആണുള്ളത്. So fundamental principles of counting C to D and D to C, that means and implies multiplication. 10 into 9, 90 ways possible ആണ്. Then arrange 5 Indians, 4 Russians, 3 Americans around a table. And അത്ര മാത്രമേ നമുക്ക് മതി. around a table നമുക്ക് ഫാക്ടോറിയൽ നൊട്ടേഷൻ എന്ത് വരും? ആദ്യം ഇൻ ബിറ്റ്വീൻ അറേഞ്ച്മെൻറ്റ് ഇന്ത്യൻസ്, റഷ്യൻസ്, അമേരിക്കൻസ്. ഇന്ത്യൻസിൻ്റെ ഒരു യൂണിറ്റ്, അമേരിക്കൻസിൻ്റെ ഒരു യൂണിറ്റ്, റഷ്യൻസിൻ്റെ ഒരു യൂണിറ്റ്, അങ്ങനെ 3 യൂണിറ്റ് ലീനിയർ അറേഞ്ച്മെൻറ്റ് ആണെങ്കിൽ ഇൻറ്റു 3 ഫാക്ടോറിയൽ വന്നിരുന്നത്. ഇവിടെ സർക്കുലർ ആയതുകൊണ്ട് 3 - 1, ദാറ്റ് മീൻസ് ഇൻറ്റു 2 ഫാക്ടോറിയൽ. എത്ര സെക്കൻഡ്സ് വേണം? ഇതേയുള്ള ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് വരും. ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇന്ന് രാത്രിയിലും നാളെയുമായിട്ട് ഫോമുലാസ് എത്രത്തോളം നമുക്ക് ഇരിപ്പുണ്ടാക്കിയെടുക്കാം ഫോമുലാസ്. അതിൻ്റെ ലാസ്റ്റ് ഒന്നുകൂടെ അത് ഞാൻ പറയാം. ആ ഒരു അപ്രോച്ച് ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം. ആ ഒരു ദിവസം നാളത്തേക്ക് ഉള്ള ഒരു അപ്രോച്ച്. ദെൻ നെക്സ്റ്റ് വൺ, സം ഓഫ് ഓൾ 4 digit നമ്പേഴ്സ് യൂസിങ് ദ ഡിജിറ്റ്സ്. ഇവിടെ നോക്കുക. ഇവിടെ ഒരു പ്രത്യേകത നോക്കി. തന്നിരിക്കുന്ന ഡിജിറ്റ്സ് എന്തുണ്ട്?
റെപ്പറ്റീഷൻ ഉണ്ട്. റെപ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നോ ഇഷ്യൂസ്. നമ്മൾ ആദ്യം എന്താണ് റെപ്പറ്റീഷൻ ഇല്ലെങ്കിൽ എന്താണോ കണ്ടുപിടിക്കുന്നത് അത് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ ഇവിടെ 5 2 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ എടുത്താൽ മതി. ദെൻ സം ഓഫ് ഓൾ 4 ഡിജിറ്റ് നമ്പേഴ്സ്, ഇവിടെ എക്സ്ക്ലൂഡിങ് 0 ആണ്. സോ എന്തൊരു ഫോർമുല n-1 p r-1 ഇൻറ്റു സം ഓഫ് ഡിജിറ്റ്സ് ഇൻറ്റു 1 1 1 എക്സെട്ര r ടൈംസ്. സോ ഇവിടെ n 4 ആണ്. 3p3 ഇൻറ്റു സം എത്ര വരും 17 ഇൻറ്റു 1 2 3 4. അപ്പോൾ ഇതാണ് നമുക്ക് സം കിട്ടുന്നത്. 6 ഇൻറ്റു 17 ഇൻറ്റു 4 1 6 ഇൻറ്റു 17 ഇൻറ്റു 1 2 3 4 1,13,322 ആണ് സം കിട്ടിയത്. നമുക്ക് ടോട്ടൽ സം കണ്ടുപിടിക്കാനായിട്ട് ഉണ്ടോ 5 2 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 1,13,322 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആ റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയലിൻ്റെ എണ്ണം കൊണ്ട് 2 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 56,661. സം ഓഫ് ഓൾ ആർ ഡിജിറ്റ് നമ്പേഴ്സ് നമ്മൾ ഷോർട്ട് കട്ട് ഫോർമുല പഠിച്ചാണ്. അതിനകത്തൊരു റെപ്പറ്റീഷനും കൂടെ വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിരിക്കുന്നു. ദെൻ 12C3 പ്ലസ് 2 ഉണ്ടോ, ഇതേ കണക്കത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ പലതവണ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ റാപ്പിഡ് റിവിഷനിലും റെഗുലർ ബാച്ചിലും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. 2 ഇൻറ്റു 12C4 നമുക്ക് ഇങ്ങനെ എഴുതാം. 12C4 പ്ലസ് 12C4 പ്ലസ് 12C5 ഈക്വൽ ടു 14CX. ഫസ്റ്റ് 2 ടേംസ് നമുക്ക് എഴുതാം. 12C4 പ്ലസ് 12C3 പ്ലസ് അടുത്ത രണ്ടെണ്ണം അങ്ങനെ എഴുതാം. 12C5 പ്ലസ് 12C4 ഈക്വൽ ടു 14CX. സോ ഇവിടെ നമുക്ക് ഏത് പ്രോപ്പർട്ടി NCR പ്ലസ് NCR മൈനസ് 1 n+1 13CR, അടുത്തതും അതേപോലെ തന്നെ n+1 12+1 13C5 ഈക്വൽ 14CX. അഗെയിൻ ഇതെന്താണ് 13C5 പ്ലസ് 13C4 ആണ് ഈക്വൽ ടു 14CX. സോ 14C5 ഈക്വൽ 14CX. സോ ദാറ്റ് ഇംപ്ലൈസ് X ഇസ് ഈക്വൽ ടു ഒന്നുകിൽ 5 ആകാം ഓർ 9 ആകാം. നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. സോ അതിലുണ്ട് രണ്ട് ചോയ്സും വന്നിരിക്കുന്നു, 5 ഓർ 9. ഒറ്റടിക്ക് 5 മാത്രം എഴുതരുത്. NCR ഇസ് ഈക്വൽ ടു NCn-R എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് 5 ആകാം 9 ആകാം, 5 ഓർ 9. സോ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് NCR പ്ലസ് NCR-1 ഈക്വൽ ടു n+1 CR എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. Then next one. In an election, the number of candidates is one more than the number of members to be selected. എത്ര പേരെ സെലക്ട് ചെയ്യേണ്ട 4 പേരാണെങ്കിൽ കാൻഡിഡേറ്റ്സ് 5 പേരുണ്ട്. If a voter can vote 254 different ways, number of candidates. So that means n candidates ഉണ്ട്, n minus positions ഉണ്ട്. That means ഒരാൾക്ക് വോട്ട് ചെയ്യാം, then 2 ആൾക്ക് വോട്ട് ചെയ്യാം, 3 ആൾക്ക് വോട്ട് ചെയ്യാം, എക്സെട്ര. എന്താണ് NCn-1 എന്ന് പറയുന്നത് എന്താണ് 254. ഇതിൻ്റെ കൂടെ നോക്കുക, ഇതിൻ്റെ കൂടെ NC ഇത്രയും ഈ തന്നിരിക്കുന്ന ടേം പ്ലസ് ഇതിൻ്റെ കൂടെ NCn കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വന്നേനെ നമ്മുടെ ഫോർമുല? NCn കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ 2n-1 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 is equal to 2n-1. അതായിരുന്നു എന്ത് പറയേണ്ടത് 254. 2n കൂടെ ആഡ് ചെയ്താൽ +1 കൂടെ വരും അല്ലേ. സോ ദാറ്റ് മീൻസ് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കണം. NCn എന്ന് പറയുന്നത് എത്രയാണ് 1 ആണ്. സോ ദാറ്റ് മീൻസ് ഇവിടെ NCn ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം 2n-1 എന്ന് എഴുതാം. NCn LHSൽ ആഡ് ചെയ്താൽ RHSലും എന്ത് ചെയ്യണം പ്ലസ് NCn എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അതാണ് നമ്മൾ ഈ 1 ആഡ് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് 2n ഈക്വൽ ടു എന്ത് വരും 256. 256 എന്ന് പറഞ്ഞാൽ 2/8 ആണ്. ദാറ്റ് ഇംപ്ലൈസ് n is equal to 8. ഷോർട്ട് കട്ട് ഫോർമുല സിഗ്മ r is equal 1 to n NCR is equal to 2n-1 എന്നുള്ള ഷോർട്ട് കട്ട് ഫോർമുല അറിയാമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടൈം ലിമിറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. അതർവൈസ് ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ,
Then find the number of ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. നമ്മൾ പഠിച്ച ഫോർമുലാസ്, ഷോർട്ട് കട്ട് ഫോർമുലാസ് എല്ലാം നാളെ വൃത്തിയായിട്ട് റിവൈസ് ചെയ്ത് പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. Find the number of even numbers greater than 100 that can be formed with the digits 0, 1, 2, 3. So 4 ഡിജിറ്റ് തന്നിട്ടുണ്ട്. ഗ്രേറ്റർ ദാൻ 100 ആയിരിക്കണം, ഈവൻ നമ്പർ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഈവൻ നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. 3 ഡിജിറ്റ്, ഒന്നുകിൽ ഒരു 3 ഡിജിറ്റ് നമ്പർ ആകാം ഓർ ഒരു 4 ഡിജിറ്റ് നമ്പർ ആകാം. ഇവിടെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റില്ല. ഈവൻ നമ്പർ ആയതുകൊണ്ട് ലാസ്റ്റ് പൊസിഷനിൽ 0 വന്നാൽ വിത്തൗട്ട് റെപ്പറ്റീഷൻ ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ 0 വരില്ല. ആ കേസ് എടുക്കണം. അവിടെ തന്നെ ശ്രദ്ധിക്കുക. 3 ഡിജിറ്റ് നമ്പർ 1, 2, 3. സോ ഇവിടെ 2 ആണ് വരുന്നതെങ്കിൽ ഒറ്റ രീതിയിൽ നമുക്ക് ചെയ്യാം. ദെൻ ഫസ്റ്റ് പൊസിഷനിൽ ഇനി 2ഉം വരത്തില്ല, 0യും വരത്തില്ല. 0 വന്നാൽ ഒരു 2 ഡിജിറ്റ് നമ്പറായി പോകത്തില്ല. 2 ഡിജിറ്റ് നമ്പർ 100-നേക്കാട്ടിലും ചെറുതാണ്. സോ ദാറ്റ് മീൻസ് ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 2 വരാം. 2p1 ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 or 2 ഏതെങ്കിലും ഒന്ന്, 1 or 3 ഏതെങ്കിലും ഒന്ന് വരും. ദെൻ നമുക്ക് പിന്നീട് എന്താണുള്ളത്, 1 or 3 അതിനുശേഷം ഏതെങ്കിലും ഒന്ന് വരും, 0 ഉൾപ്പെടെ 2. സോ ദാറ്റ് മീൻസ് 2 ഇൻറ്റു 1 എത്ര കിട്ടും, 4. ഓർ മീൻസ് പ്ലസ് എന്താണ് 3 ഡിജിറ്റ് നമ്പർ. ഇവിടെ എന്ത് വന്നു, 0 വന്നു. ഒറ്റ രീതിയിൽ ഇവിടെ നമുക്ക് 3 വേസിൽ പറ്റും. അതായത് 0 ഓൾറെഡി വന്നുകൊണ്ട് 2 ആകാം, 1 ആകാം, 3 ആകാം. ദെൻ റിമൈനിങ് 2. സോ 30. ആദ്യത്തെ 3-ൽ ഒരെണ്ണം ഫിക്സ് ചെയ്തു, ഇനി 2 ഉള്ളൂ. 2p1 ഇത്രയാണ്, 2 എന്ന് കിട്ടി. സോ 3 ഇൻറ്റു 2 6 ഇൻറ്റു 1 6. ദാറ്റ് മീൻസ് എത്ര കിട്ടി, 10 വേസിലാണ് നമുക്കൊരു 2 ഡിജിറ്റ് നമ്പർ കിട്ടുന്നത്. ഓർ 4 ഡിജിറ്റ് ആണെങ്കിൽ 1, 2, 3, 4. ഇതേപോലെ ഫസ്റ്റ് പൊസിഷനിൽ 2 ഒറ്റ രീതിയിൽ പറ്റും. ദെൻ ഇവിടെ 0 വരത്തില്ല. 0 കഴിഞ്ഞാൽ പിന്നെ 2. ദെൻ അഗെയിൻ 2 ഇൻറ്റു 1. 1 രണ്ടെണ്ണത്തിൽ 0 ഒഴികെയുള്ള 2 എണ്ണം, അത് 2p1. ദെൻ അത് ഫിക്സ് കഴിഞ്ഞാൽ 0 ഉൾപ്പെടെ 2 എണ്ണം 2p1. ദെൻ ഒരേ ഒരെണ്ണം മിച്ചം. സോ അങ്ങനെ എന്തിട്ട് 4 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 1 ഇൻറ്റു 1 ദാറ്റ് മീൻസ് 4 പ്ലസ് ഓർ 1, 2, 3, 4. അപ്പോൾ ഇവിടെ 0 വന്നാൽ ഒറ്റ രീതിയിൽ പറ്റും. ഇവിടെ 3 വേസ്. ഇതാണ് 0 ആണെങ്കിൽ 1, 2, 3 ദെൻ 2 ഇൻറ്റു 1. So 3 into 2 6 into 1 into 1 680. So again 10. That means total 3 digit or means addition. 10 plus 10 equal to 20. 10 plus 10 equal to 20. 10 plus 10 equal to 20. Then how many ways the letters of the word mathematics be arranged so that vowels always occupy together, not together. So vowels always occupy together. Mathematics. So 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. So letra vowels on the A, then E, then A again I. 1, 2, 3, 4 അല്ലെ, ഈ 4 വോവൽസ് ഉണ്ട്. നമുക്ക് ആദ്യം എലയ്ക്ക് ഉണ്ട്, എലയ്ക്ക് ഇല്ല എങ്കിൽ എങ്ങനെയാണോ എന്ന രീതിയിൽ അറേഞ്ച്മെന്റ്സ്. സോ ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 11 ആർ 4 എണ്ണം ഒരുമിച്ചാണ്. നമുക്ക് ഏത് ഫോമുല യൂസ് ചെയ്യാം, ആർ ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് ആർ പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എത്രയാണ് ഇവിടെ നമുക്ക് എലമെൻറ്റ് റിപ്പീറ്റ് ചെയ്യുന്നത്, എം 2 തവണ, എ 2 തവണ, ടി 2 തവണ. സോ ദാറ്റ് മീൻസ് നമുക്ക് എങ്ങനെ എഴുതാം, 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ ഇൻറ്റു 2 ഫാക്ടോറിയൽ, ആറ് 4 ആണ്. 4 ഫാക്ടോറിയൽ ഇൻറ്റു 11 മൈനസ് 4 പ്ലസ് 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ക്യൂബ്. So 4 factorial into 8 factorial divided by 2 factorial cube. Answer. Then next one. Sequence and series like question APGP. Sum of first 20 terms of GP S20 is equal to 1025 times, that means 1025 into
sum of 10 terms. So GPയുടെ sum of 20 terms a into r raised to 20 minus 1 divided by r minus 1 equal 1250 into a into r raised to 10 minus 1 divided by r minus 1. So നമുക്ക് എന്താണ് r minus 1 a get cancel. So ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്കിനി മിച്ചം എന്തുണ്ട്? r raised to 20 minus 1 is equal to 1025 into r raised to 10 minus 1. ഇവിടെയാണ് നമ്മൾ a square minus b square ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. r raised to ഇതിനെ ഞാൻ എങ്ങനെ എഴുതുകയാണ്? r raised to 10 the whole square minus 1 square is equal to 1250 into r raised to 10 minus 1. So ഇതിനെ എങ്ങനെ എഴുതാം? a square minus b square format can be written as a plus b into a minus b equal r raised to 10 minus 1. So ഇവിടെ നമുക്ക് എന്താണ്? r raised to 10 plus 1 is equal to 1025. That means r raised to 10 equal 1024. That implies നമുക്ക് എന്ത് എഴുതാം? 2 raised to 10 എന്ന് എഴുതാം. That implies r is equal to 2. r is equal to 2. ഇവിടെ നമുക്ക് സ്പീഡിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് a സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിനുണ്ട്. ഇതിനെ ഈ ടേമിനെ a സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഫോർമാറ്റിലേക്ക് മാറ്റിയതാണ് ശ്രദ്ധിക്കേണ്ടത്. Then next question. Find the sum of all natural numbers between 100 and 1000 which are divisible by 11. So നമുക്കറിയാം 100 കഴിഞ്ഞാൽ തൊട്ടടുത്തത് 110 ആണ്. ദെൻ 121 എക്സെട്ര എത്ര വരെ പോകും? 990 വരെ പോകും. സോ n കണ്ടുപിടിക്കാനായിട്ട് എത്രയാണ്? tn മൈനസ് t1 ഡിവൈഡഡ് ബൈ d പ്ലസ് 1. So 990 minus 110 divided by 11 plus 1. Right, n equal to n കിട്ടി കഴിഞ്ഞാൽ sum of yes 81 equal to 81 divided by 2 first term and last term അറിയാവുന്നുണ്ട്. 110 990 44,550 44,550 44,550. Okay, then another question ആണ് 2 plus 6 plus 10 plus 14 plus 18 plus etc plus x is equal to 882. അതിനകത്ത് നമുക്ക് n ടേംസ് എടുത്ത് വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത്. ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ഇതൊരു എ പി ആണ് അല്ലേ. കോമൺ ഡിഫറൻസ് 4 ആയിട്ട് വരുന്നൊരു എ പി ആണ്. നമ്മുടെ കാൽക്കുലേറ്ററിൽ നമുക്ക് ഫസ്റ്റ് 78 വരെയാണ് വരേണ്ടത്. സോ ദാറ്റ് മീൻസ് 2 plus 4 equal to 6. ദെൻ ഈക്വൽ അടിക്കുമ്പോൾ 4 ഒന്നും കൂടി 10 14 18 22 26 30 34 38 42 46 50 54 58 62 66 70 74 78. ദെൻ ജി ടി അടിക്കുക. ദാറ്റ് മീൻസ് 2 കുറവായിട്ട്, അതായത് 2 plus 6 ഈക്വൽ അടിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. ദാറ്റ് മീൻസ് 2 കുറവായിട്ടാണ് കിട്ടുന്നത്. 2 plus 6 8. ദെൻ എൻ്റെ കൂടെ +2 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 800 എന്ന് കിട്ടും. ഇതിൻ്റെ ഫസ്റ്റ് 78 ടേംസ് 78 കൂടെ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 880 ആണ്. ദാറ്റ് മീൻസ് തൊട്ടടുത്ത ടൈം എന്താണ്? 78 കഴിഞ്ഞാൽ 4 ആഡ് ചെയ്താൽ 82 ആണ് വരേണ്ടത്. സോ ദാറ്റ് മീൻസ് ഇപ്പോൾ 78 വരെയുള്ള ടേംസ് ആഡ് ചെയ്താൽ നമുക്ക് 818 കിട്ടും. 880 ദെൻ ഇതിൻ്റെ കൂടെ 82 കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്നത്. സോ 74ൻ്റെ കൂടെ 4 ആഡ് ചെയ്താൽ തൊട്ടടുത്തത് 82 ആണ്. സോ ഒബ്വിയസ്ലി നമുക്ക് എന്താണ്? 82 വരെയുള്ള നമ്പേഴ്സാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. എക്സ് എത്രയാണ് വരുന്നത്? ലാസ്റ്റ് ടൈം എത്രയാണ്? 82 ആണ് വരുന്നത്. ഓക്കെ, അല്ലാതെ രണ്ട് ഇക്വേഷൻ എന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ അതും എക്സിൽ വരും, മറ്റേതും സമ്മും എക്സിൽ വരും. രണ്ടും കൂടെ സോൾവ് ചെയ്യേണ്ട ഒരു കേസിലേക്ക് പോകും. ബെറ്റർ കാൽക്കുലേറ്ററിൽ ഒറ്റയടിക്ക് ചെയ്യുക.
The next one, eighth term of AP, so T8, A plus 7D equal to 15. Then sum of 15 terms, yes, 15. 15 by 2 into 2A plus 15 minus 1 into D. So 15 by 2 into 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ A plus 7D എന്ന് കിട്ടും. 2 get cancel. So A plus 7D already നമുക്കറിയാം 15 ആണ്. So ആൻസർ എന്ത് വരും? 15 into 15, 225. 225. 15 into 15 is equal to 225. 225. Then next one. Sum of n terms of AP, Sn, 3n square minus 1, common difference D, 6n first term T1 അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ് S1 എന്നാണ് നമ്മൾ തിയറി ഓൾറെഡി പലതവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ S1 അല്ലെങ്കിൽ S1 കണ്ടുപിടിക്കാൻ പറയുന്നതാണ്. എവിടെയൊക്കെ SN എവിടെയൊക്കെ n ഉണ്ടോ അവിടെ 1 ഇട്ട് കൊടുക്കുക. 3 into 1 square minus 1, 3 minus 2, 3 minus 1 equal to 2. 3 minus 1 is equal to 2. Then next one, A equal to x such that x square minus 3x plus 2 equal to 0. X square minus 3x plus 2 equal to 0. That means ഒരു quadratic equation ആണ്. സോൾവ് ചെയ്താൽ നമുക്ക് quadratic equation എപ്പോഴും എങ്ങനെ മാത്രമേ സോൾവ് ചെയ്യാവുള്ളൂ? ഫാക്ടറൈസേഷൻ മെത്തേഡ്. സോ എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ 1 ആണ്. 1 into 2 1 കിട്ടും. സോ രണ്ട് നമ്പറായിട്ട് എഴുതണം. സമ്മ -3. സോ -2 -3 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2. നേരെ എന്ത് ചെയ്യുക? സൈൻ ചേഞ്ച് ചെയ്യുക. 2 1 കോഎഫിഷ്യൻ 1 ആയതുകൊണ്ട് ഒരു ഇഷ്യൂ ഇല്ല. A is equal to സെറ്റ് 1 2 ആണ് കിട്ടിയത് ബി കണ്ടുപിടിക്കാനായിട്ട്. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് 4x minus 12 equal to 0. സോ -12 ഇതൊരും പ്ലസ് 6 -2. സൈൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ -6 plus 2. സോ ബി ഈക്വൽ ടു എന്ത് കിട്ടി? 2 -6. ദെൻ ബി മൈനസ് എ എന്ന് പറയുന്നത് എന്താണ്? ബിയിൽ നിന്ന് എ കുറച്ച്. ദാറ്റ് മീൻസ് ബിയിൽ നിന്ന് എയിലും ബിയും കോമൺ ആയിട്ടുള്ള 2നെ കുറച്ച് കഴിഞ്ഞാൽ മിച്ചം എന്ത് മാത്രം വരും? സെറ്റ് -6. സെറ്റ് -6 സെറ്റ്സ് ഫങ്ഷൻസ് റിലേഷൻസിലെ. ദെൻ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് തന്നിരിക്കുന്നു. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ്. എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് മീൻസ് എഫ് ഓഫ് ജി ഓഫ് എക്സ്. എഫ് ഓഫ് എക്സിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ ജി ഓഫ് എക്സിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ആയ 2x - 3 കൊണ്ട് റീപ്ലേസ് ചെയ്യുക. സോ 4x square minus 12x plus 9 plus 6x minus 9 plus 1. So in the cancel plus 9 minus 9 get cancel. So 6x ഇതൊരു -6x. So 4x square minus 6x plus 1. 4x square minus 6x plus 1. Choice C. Choice C. Then next one, f inverse കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷനെ y ഈക്വൽ ടു തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആയിട്ട് എഴുതുക 2 minus x. ദാറ്റ് മീൻസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2y minus 2x is equal to 2 plus x. So 2y minus 2 equal x plus 2x. So ഇവിടെ 2 കോമൺ എടുത്താൽ y minus 1. ഇവിടെ x കോമൺ എടുത്താൽ y into 2y to xy ഉണ്ടല്ലോ xy. സോ ഇവിടെ x കോമൺ എടുത്തു കഴിഞ്ഞാൽ 2y plus 1 minus 2 ഇല്ല. x കോമൺ എടുത്തു കഴിഞ്ഞാൽ y plus 1. So that implies x is equal to 2 into y minus 1 divided by y plus 1. So ഈ yക്ക് പകരം എന്ത് കൊടുക്കുക? That implies f inverse x is equal to 2 into x minus 1 divided by x plus 1. 2 into x minus 1 divided by x plus 1.
2 into x minus 1 divided by x plus 1. Then next one, find the value of limit. The limit നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത് ആണ് ലിമിറ്റിൻ്റെ കാര്യമാണ് നമുക്കുള്ളത്. നമ്മൾ ഓൾറെഡി റാപ്പിഡ് റിവിഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് എക്സ്ട്രാ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഏരിയ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി ഫങ്ഷൻസ് ആണ്. നമുക്ക് എന്താണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എക്സ് മൈനസ് 2. സോ ഇത് നോക്കണ്ട 2 കൊടുത്തു കഴിഞ്ഞാൽ 0/0 ഫോർമാറ്റ് വരും. നമുക്ക് സിംപ്ലിഫിക്കേഷനിലൂടെ മാത്തമാറ്റിക്കൽ സിംപ്ലിഫിക്കേഷനിലൂടെ നമുക്ക് ഇതിനെ ചെയ്യാൻ പറ്റും. നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എക്സ് സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 6 നമുക്ക് എങ്ങനെ എഴുതാം? രണ്ട് നമ്പേഴ്സ് പ്രോഡക്റ്റ് -6 സമ്മ് +3 വരണം. സോ ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 3 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 2. അതേപോലെ താഴത്തെ എന്ത് വരും? പ്രോഡക്റ്റ് ഓഫ് 2 ടൈംസ് -2 സമ്മ് -1 എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1. സോ എക്സ് മൈനസ് 2 ഗെറ്റ് ക്യാൻസൽ. എക്സിന് 2 ലിമിറ്റ് എക്സിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര കിട്ടും? ഇവിടെ 2 ഇട്ട് കൊടുത്താൽ 2 + 3 5 ഡിവൈഡഡ് ബൈ 3. 5 divided by 3. 5 divided by 3. 5 divided by 3. Then next question. Limit limit n tends to infinity. X tends to infinity. 3x square plus 5x plus 1 divided by. ഇവിടെ എല്ലാം നമുക്ക് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. ഡിഫറൻസിയേഷൻ ഗ്രിപ്പ് ഉണ്ടെങ്കിൽ മുകളിലത്തെ ഫംഗ്ഷൻ താഴത്തെ ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൻസറിലേക്ക് നോർമലി എത്താറുണ്ട്. നോർമൽ വേ ആണ്, നമ്മൾ ഡിഫറൻസിയേഷൻ യൂസ് ചെയ്യാത്ത വേ ആണ്. നോർമലി ഇത് പറ്റാത്തപ്പോഴാണ് നമ്മൾ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുന്നത്. സോ ഇവിടെ എല്ലാ ടേമിനെയും ചെയ്യുന്നുണ്ട്, മുകളിലും താഴെയും. ഏറ്റവും ഹയസ്റ്റ് ടേം എക്സ് സ്ക്വയർ ആണ്. സോ എക്സ് സ്ക്വയർ കൊണ്ട് ലിമിറ്റ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി 3x സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. എല്ലാ ടേംസിനെയും എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/x square minus 4x square divided by x square. So limit x tends to infinity. Then there is 3 then plus divided by x square. X എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആൻഡ് വെരി ഹ്യൂജ് നമ്പർ. 5 divided by വെരി ഹൈ നമ്പർ 0 വരും. അതേപോലെ അടുത്തതും 0 വരും. സോ ഇവിടെ 0 - 4. ദാറ്റ് മീൻസ് ലിമിറ്റ് ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? -3/4. -3 divided by 4. -3 divided by 4. ഇൻഫിനിറ്റി എന്നുള്ള വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത് -3 divided by 4. Then next one. Limit h tends to 0 root of x plus h minus root x divided by h. ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നു ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് പെയർ പോലെ വരുന്ന ഒരു പെയർ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടിട്ട് മൾട്ടിപ്ലൈ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് ആൻസർ കിട്ടുന്ന ഒരു ഫോർമാറ്റിലേക്ക് വരും. root of x plus h minus h into root of x plus h plus root x. The whole divided by h into root of x plus h plus root x. So limit h tends to 0. മുകളിൽ എന്തൊരു a plus b into a minus b ഫോർമാറ്റ് വരും. x plus h minus x the whole divided by x into root of x plus h plus root x. സോ ഇവിടെ നോക്കിയാൽ എന്ത് വരും? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. മുകളിലെ x ഗെറ്റ് ക്യാൻസൽ. താഴെ h ഇൻറ്റു റൂട്ട് ഓഫ് x പ്ലസ് h പ്ലസ് റൂട്ട് എക്സ്. h ഗെറ്റ് ക്യാൻസൽ. 0 വരുന്നതാണ്. ഡിനോമിനേറ്ററിൽ 0 വരുന്ന ടേം ക്യാൻസലായി. എച്ചിന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ് എന്ന് ആൻസർ കിട്ടും. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. 1 ഡിവൈഡഡ് ബൈ 2 റൂട്ട് എക്സ്. Then next question. ഇത് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ? സോ ഫസ്റ്റ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാൻ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർ മൈനസ് 25 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 5 ക്യാൻ ബി റിട്ടൺ ആസ് ലിമിറ്റ്. ആൻഡ് നേരെ 5 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് 0 അല്ലെങ്കിൽ 0/0 നോട്ട് ഡിഫൈൻഡ് ആണ്. ലിമിറ്റ് എക്സിസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എക്സ് സ്ക്വയർ മൈനസ് 25 എങ്ങനെ എഴുതാം? സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എക്സ് പ്ലസ് 5 ഇൻറ്റു എക്സ് മൈനസ് 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 5 ഗെറ്റ് ക്യാൻസൽ. 5 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 10 എന്ന് കിട്ടും. ദെൻ എഫ് ഓഫ് 5 എത്ര തന്നിരിക്കുന്നു? 10 ആണ് തന്നിരിക്കുന്നത്. ദെയർഫോർ നമുക്ക് എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് എഫ് ഓഫ് 5 ഈക്വലും ആണ്. ദെയർഫോർ നമുക്ക് എന്ത് പറയാം? ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്.
function is continuous at x is equal to 5. Okay, limit exist ചെയ്യുന്നുണ്ട് f of iയുടെ വാല്യൂനോട് ഈക്വൽ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. then f of x എന്താണ്, എഫ് ഓഫ് എക്സ് നമുക്കൊരു ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂറ്റി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്റർ 0 ആകുന്ന കണ്ടുപിടിച്ചാൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് 3x പ്ലസ് 2 ഈക്വൽ ടു 0 ആകുന്ന എക്സിൻ്റെ വാല്യൂ, ദാറ്റ് മീൻസ് ഒബ്വിയസ്ലി എന്താണ്, ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് കണ്ടുപിടിച്ചാൽ മതി. സോ രണ്ട് നമ്പേഴ്സ് പ്രോഡക്റ്റ് 2 ആണ്, സമ്മ് -3 അല്ലേ, +3 അല്ല -3. സോ എന്തോരും -2 -1, ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്താൽ എന്തോരും 2 1 2 1. സോ ദാറ്റ് മീൻസ് ഉണ്ടോ ഈ 1ഉം 2ഉം വരുമ്പോഴാണ് ഡിസ്കണ്ടിന്യൂസ് ആവുക. മീൻസ് എന്താണ്, ഡിനോമിനേറ്റർ 0, ദാറ്റ് മീൻസ് നോട്ട് ഡിഫൈൻഡ്, ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആവുകയാണെങ്കിൽ എന്താണ്, ഒബ്വിയസ്ലി അത് ഡിസ്കണ്ടിന്യൂസ് ആവും. ഡിസ്കണ്ടിന്യൂറ്റി ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി റാപ്പിഡ് റിവിഷൻ ഡിസ്കസ് ചെയ്താണ്. ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ മീൻസ് ഫംഗ്ഷൻ ഡിനോമിനേറ്റർ 0 ആകുന്നത്, ദാറ്റ് മീൻസ് അവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷനോ ക്യൂബിക് ഇക്വേഷനോ തന്നെ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിൽ തരാം. then find the value of limit x tends to 0, 9x minus 3x divided by 4x minus 4 raised to x minus 2x. so x ന് 0 കൊടുത്തു കഴിഞ്ഞാൽ 1 minus 1 ഡിവൈഡ് ബൈ 1 minus 1, 0 by 0 ഫോർമാറ്റ് ആണ്. ഇവിടെ നമുക്ക് എളുപ്പത്തിൽ എന്താണ്, എൽ ഹോസ്പിറ്റൽ റൂൾ. ദാറ്റ് മീൻസ് ലിമിറ്റ് കണ്ടുപിടിക്കേണ്ട, അതിനെ ലിമിറ്റ് x tends to 0, a raised to x ൻ്റെ ഡെറിവേറ്റീവ് 9 raised to x ന് എന്ത് വരും, 9 raised to x into log 9 to the base e minus 3 raised to x into log 3 to the base e divided by 4 raised to x into log 4 to the base e minus 2 raised to x into log 2 to the base e. x നെല്ലാം 0 കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം 1 ആകും. ദാറ്റ് മീൻസ് എന്ത് വരും, log 9 minus log 3 divided by log 4 minus log 2. log a minus log b നമുക്ക് എങ്ങനെ എഴുതാം, log of 9 by 3 divided by log of 4 by 2 ഇത്രയിട്ടും log 3 divided by log 2. നിങ്ങൾ ചോയ്സ് ഉണ്ടോ, log 3 divided by log 2, log 3 divided by log 2, log 3 divided by log 2. then നെക്സ്റ്റ് വൺ നമുക്ക് നമ്മുടെ മോക്ക് ടെസ്റ്റുകളിലൊന്നും തന്നെ വന്നിട്ടില്ല, ബട്ട് നമ്മുടെ സിലബസിലെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു അഡീഷണൽ ആയിട്ടൊരു സെറ്റായിട്ട് തന്നെ ഉണ്ട്. സോ അതിലെ 2 ക്വസ്റ്റ്യനാണ് നമുക്ക് മോക്ക് ടെസ്റ്റുകളിലൊന്നും തന്നെ ചോദിച്ചിട്ടില്ല, ബട്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ ആൻഡ് ഇൻ്റഗ്രൽ കാൽക്കുലസ് എന്ന ചാപ്റ്ററിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. എക്സ്ട്രാ ആയിട്ടൊരു സെഷൻ വന്നിട്ടുണ്ട്. സോ അതാണ് ഇവിടെ കോസ് ഫംഗ്ഷൻ സി ഓഫ് എക്സ് ഈക്വൽ ടു 0.002 x cube minus 0.04 x square plus 5x plus 1500. x is now determined. marginal average cost കണ്ടുപിടിക്കണം. സോ ആവറേജ് കോസ്റ്റ് ആദ്യം കണ്ടുപിടിക്കുക. ആവറേജ് കോസ്റ്റ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.002 x square plus 0.04 x square x. അതായത് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ്, എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. -0.04 x പ്ലസ് 5 പ്ലസ് 1500 divided by x. The marginal average cost means d by dx of average cost. The marginal means change means derivative. So average cost derivative എടുക്കുമ്പോൾ 0.002 x square derivative എന്താണ് 2x into 2x minus 0.04 x in derivative 1, then 5 into the derivative 0 ആകും plus 1500 x 1 by x means x raised to -1 derivative എന്ത് വരും -1 into x raised to -2. so that means 0.004 x minus 0.04 minus 1500 divided by x square. so the choice B.
0.04x 0.04 minus then വീണ്ടും minus 1500x divided by x square. കോസ്റ്റ് തന്നിരിക്കുന്നു. ദെൻ മാർജിനൽ കോസ്റ്റിൻ്റെ മാർജിനൽ ആവറേജ് കോസ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. സോ തന്നിരിക്കുന്ന ടോട്ടൽ കോസ്റ്റിനെ ആവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇവിടെ എന്താണ് ആവറേജ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇതിനെ മൊത്തത്തിൽ എക്സ് കൊണ്ട് നമ്പർ ഓഫ് ഔട്ട്പുട്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ദെൻ ആവറേജ് കോസ്റ്റ് കണ്ടുപിടിച്ചു. അതിൻ്റെ മാർജിനൽ കോസ്റ്റ് മീൻസ് എന്താണ്? പക്കാ ഡെറിവേറ്റീവ്. ദെൻ സോ ഇതിൻ്റെ തിരിച്ചു വരുന്നത് മാർജിനൽ കോസ്റ്റ് 20 minus 0.04x plus 0.003 x square. Then fixed cost is 7,000. Find the cost. So C of x കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് നമുക്ക് മാർജിനൽ കോസ്റ്റ് കിട്ടുന്നത്. അതിൻ്റെ ആക്ച്വൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഡെറിവേറ്റീവിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രൽ. 20 minus 0.04x plus 0.003 x square dx. So 20യുടെ x minus 0.04 എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ത് കിട്ടും? എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് 0.003 എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് കെ അല്ലെങ്കിൽ സി എന്ന് കൊടുക്കാം. സി ഓഫ് എക്സ് എന്നുള്ളതാണ് കെ എന്ന് കൊടുത്തു. സോ ദാറ്റ് മീൻസ് എന്ത് കിട്ടും? 20x മൈനസ് 0.02 എക്സ് സ്ക്വയർ പ്ലസ് 0.001 x cube plus k. So fixed cost 7,000. That means x 0 ആകുമ്പോൾ ഒരു യൂണിറ്റ് പോലും പ്രൊഡ്യൂസ് ചെയ്യാത്തപ്പോൾ. So that means cost for 0 unit. That means ഇവിടെ എല്ലാത്തിനും ഇതിനെല്ലാം 0 ഉണ്ട്. x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് എന്ത് കിട്ടും? 0 minus 0 plus 0 plus k equal to 7,000. So that implies എന്ത് കിട്ടി? k equal to 7,000. നേരെ kയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. So C of x 20x minus 0.02 x square plus 0.001 x cube plus 7,000. So answer choice A. അത്രയാണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സിലെ ക്വസ്റ്റ്യൻസ്. സോ ഡെറിവേറ്റീവ് ആൻഡ് ഇൻ്റഗ്രേഷനകത്ത് മാർജിനൽ കോസ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വരുന്ന സെനാരിയോ അഡീഷണൽ ആയിട്ടൊരു സെറ്റ് തന്നിട്ടുണ്ട്. അതിലെ 2 ക്വസ്റ്റ്യൻ മോക്ക് ടെസ്റ്റുകളിലൊന്നും തന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ബട്ട് അപ്ഡേറ്റ് ചെയ്ത സിലബസിൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തതിൽ. ലിമിറ്റ് എക്സ്ട്രാ വന്നത്, അതുകൂടാതെ ക്വസ്റ്റ്യൻ അപ്ഡേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ ആ ഒരു ഷെയർ ക്യാപിറ്റലിലേക്ക് ഷെയർ കൊണ്ടുവന്നിട്ട് ആ റേഷ്യോ എടുക്കുന്ന കേസ്. സോ ക്യാപിറ്റലും ആ പീരീഡും തമ്മിലുള്ള മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ റേഷ്യോ ആയിരിക്കും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമ്മൾ ചെയ്തു. ദെൻ ഇവിടെ മാർജിനൽ കോസ്റ്റും ടോട്ടൽ കോസ്റ്റും കണ്ടുപിടിക്കാൻ ഡേറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ഇൻ്റർനെറ്റ് ആർ കോൾഡ് സെക്കൻഡറി ഡേറ്റ. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ക്വസ്റ്റ്യനിലേക്കാണ് വന്നത്. ഫ്രീക്വൻസി ഓഫ് ക്ലാസ് 2030 ഫ്രം ദ ഫോളോയിങ്. സോ ഇത് ക്യുമുലേറ്റീവ് ആണ്, നമുക്കറിയാം. 1328 ആകണമെങ്കിൽ എത്ര കൂടണം? 15 കൂടണം. സോ ഫ്രീക്വൻസി എത്ര വരും? 15. 2030യുടെ വരുന്നത് 28 minus 13 ആണ് 15. സോ അങ്ങനെ ആൻസർ 15 വരും. ദെൻ നെക്സ്റ്റ് വൺ, ദ ഡേറ്റ ഗിവൺ ബിലോ ഡിഫേഴ്സ് വൺ. സോ മാർക്സ് ബിലോ 10, ബിലോ 20, ബിലോ 30, ബിലോ 40, ബിലോ 50. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗെറ്റിംഗ് മാർക്സ് മോർ ദാൻ 30. സോ മോർ ദാൻ 30 നോക്കിയാൽ അറിയാം. 100 minus 84 16 ആണ്. ദെൻ 84 minus 65 എത്രയാണ്? 19 ആണ്. സോ രണ്ടും കൂടെ ഉണ്ടോ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഉണ്ടോ ഇവിടെ നിന്നുള്ള ക്യുമുലേറ്റീവ് ആണ് തന്നിരിക്കുന്നത്. ഇത് ക്യുമുലേറ്റീവ് വരുന്നത് 19 ആണ് പ്ലസ് ഇവിടെ 16 ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? എക്സാക്ട്ലി 35 is the right answer. 35. Okay. ദെൻ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എക്സ്ട്രാ വന്നിരിക്കുന്നത് സാമ്പിളിംഗ്. പക്ക ഒരു തിയറി ഏരിയ ആണ്. സാമ്പിളിംഗ് സർവേ, സാമ്പിൾ സർവേ ഈസ് പ്രോൺ ടു സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും ആണ് വരുന്നത്. സോ ബോത്ത് എ ആൻഡ് ബി ആണ് നമ്മുടെ ആൻസർ. ഏതൊരു എ ഓർ ബി അല്ല, ബോത്ത് സാമ്പിളിംഗ് എററും നോൺ സാമ്പിളിംഗ് എററും എന്തിൽ വരാറുണ്ട്? സാമ്പിളിങ്ങിൽ വരാറുണ്ട്. ദെൻ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഈസ് എ
probabilistic sampling then. So that's our first chapter, theory chapter, pakka theory chapter. Then next one, എന്താണ് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സോ അതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ദെൻ ആവറേജ് സാലറി ഓഫ് 50 men is 80. So that means total എത്ര വരും? 80 into 50, 4,000. Then ഇതെന്ന് പറയുന്നത് it was found that salary of 2 men were 46 and rupees 20, which was wrongly taken as. So that means 4,000 minus 64 minus 82 plus actual എന്താണ് 46 plus 28. Then revised the average salary. So ഇതിനെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 50 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 4,000 minus 64 minus 82 plus 46 plus 28 divided by 50, 30, 78.56. 78.56. 78.56. 78.56. Then next one. Equation of the line 5x plus 2y equals 7. Mean deviation about mean is 5. Mean deviation of y about mean is 5. Then calculate mean deviation. So ഇവിടെ നോക്കാം 5x plus 2y equal to 17. That implies 5x equal to minus 2y plus 17. X is equal to minus 2 divided by 5 by y plus 17 by 5. Then mean deviation about x എന്ന് പറഞ്ഞാൽ എന്താണ്? Modulus of 2 by 5 into mean deviation about y. അത് 5 ആണ് തന്നിട്ടുണ്ട്. So 2 by 5 into 5. 5 get cancel. 2. സ്കെയില് മാത്രമാണ്, ഒറിജിനൽ അഫക്റ്റ് ചെയ്യുന്നില്ല. Then next one. In a class of 11 students, 3 students were failed in a test. 8 students who passed secured. So 3 students failed ആണ്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കുന്നത്? മീഡിയൻ മാർക്ക്. സോ മീഡിയൻ മീൻസ് എക്സാക്ട്ലി മിഡിൽ വരുന്നതാണ്. സോ 3 പേര് ഫെയിൽ ആണ്. ദാറ്റ് മീൻസ് അവരുടെ മാർക്ക് എന്തായിരിക്കും? ഏറ്റവും കുറവായിരിക്കും. അത് x1, x2, x3 എന്ന് എടുക്കാം. ദെൻ കുറവുള്ള ഓർഡറിൽ അസെൻഡിങ് ഓർഡറിൽ എടുക്കുകയാണ്. ഫെയിൽ ആയവരിൽ ഏറ്റവും കുറവ്, അത് കഴിഞ്ഞുള്ളത്, അങ്ങനെ 3 എണ്ണം എടുത്തു. അത് ഏറ്റവും ആദ്യമേ വരത്തുള്ളൂ. ദെൻ 10, then 11, 12, 14, 15, 20, 24, 26 നോക്കാം. മൊത്തം 11 പേര് അല്ലേ. സോ 11 വന്നു കഴിഞ്ഞാൽ എന്താണ്? 11 plus 1 divided by 2. That means 6th. So ഇത് 3 ആണ്. 7, 4, 5, 6. 12th. 6th term equal to 12 ആണ് in the median. ബിക്കോസ് ഫസ്റ്റ് 3 പേര് ഫെയിൽ ആണ്. അവർ ഒബ്വിയസ്ലി എന്താ വരത്തുള്ളൂ? ആദ്യമേ വരത്തുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് 3 ടേംസ് ആയിട്ട് അതിനെ എടുത്തു. ഫെയിൽ വരുന്നുണ്ട്. ഏറ്റവും കുറവുള്ള മാർക്കുകളായിരിക്കും അത്. ദെൻ എ ലേഡി ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 20 km/h ആൻഡ് റിട്ടേൺ അറ്റ് എ ക്വിക്കർ സ്പീഡ് ഇഫ് വെയർ ആവറേജ് സ്പീഡ് വെയർ സോ ഡിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഹാർമോണിക് മീൻ ആണ് യൂസ് ചെയ്യേണ്ടത്. സോ ദാറ്റ് മീൻസ് 2 into 20 into രണ്ടാമത്തെ തിരിച്ചുള്ള സ്പീഡ് എക്സ് എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ 20 plus x equal to 24. So 40x is equal to 48 plus 24x. That implies 16x equal to 480. That implies x is equal to 30 km/h. നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഹാർമോണിക് മീൻ ആണ്. അങ്ങോട്ട് സ്പീഡ് 20, തിരിച്ചുള്ളത് എക്സാക്ട് എടുത്തു. ഹാർമോണിക് മീൻ 2 into AB divided by A plus B എന്ന ഫോർമാറ്റിലെടുത്തു. ആൻസർ യൂൺ ഒബ്സർവേഷൻ 4, 9, 11, 14, 17. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. മീൻ ഡീവിയേഷൻ അബൌട്ട് മീഡിയൻ. സോ 4, 9, 11, 14, 37. 1, 2, 3, 4, 5. So that means exactly third term ആയിരിക്കും എന്ത്? മീഡിയൻ equal to 11. So then x എത്രയാണ്? 4, 9, 11, 14, 37. Then modulus of d. That means deviation എന്നുള്ളത് എത്ര വരും? 7, then 2, 0, 3, 26. Sigma d divided by
mean deviation about median divided by n. So the third number 26 plus 3 plus 2 plus 7, 38 divided by 5, 7.6, 7.6, 7.6. Okay, then next one, the difference between mean mode. Okay, so now can I mean minus mode is equal to 3 into mean minus median. ഈ പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഇതാണ് 63 ഈക്വൽ ടു 3 ഇൻറ്റു മീൻ മൈനസ് മീഡിയൻ. സോ മീൻ മൈനസ് മീഡിയൻ അല്ല ചോദിച്ചിരിക്കുന്നത്, മീൻ മൈനസ് മീഡിയൻ is equal to 63 divided by 3 equal to 21. 21. Okay, then next one, the arithmetic mean between number 64 and geometric mean 16 harmonic mean. So നമുക്കറിയാമല്ലോ എന്താണ് am into hm is equal to gm square. That means 64 into hm equal to 16 square. So hm is equal to 16 square divided by 64. Ready? 4. Okay. Then next one. Standard deviation and distribution is increased by 6. Then the variance of the series will be so independent of change of origin ആണ്. So standard deviation variance in the case എന്താണ് unchanged ആണ്. Standard deviation independent of change of origin. Then next one, the standard deviation of 8 student of 50 class 4.5 on. Later it was found that due to some fault in weighing machine, the weight of each student was undermeasured. എല്ലാവർക്കും എന്താണ് 0.5 കുറവുണ്ട്. സോ അതുകൊണ്ട് എന്താണ് ഒരു ചേഞ്ചും വരത്തില്ല. ഇസ് ഈക്വൽ ടു 4.5 ആണ്. ഒറിജിനൽ ഇമ്പാക്റ്റ് സ്കെയിൽ വന്നാൽ മാത്രമാണ്, സ്കെയിലിലെ ചേഞ്ച് ആണ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻഡിപെൻഡന്റ് ഓഫ് ചേഞ്ച് ഓഫ് ഒറിജിൻ. ദെൻ സോ മാൻ ട്രാവൽസ് ആഗ്ര ടു ഗോളിയർ 30 km/h, തിരിച്ച് 60. വാട്ട് ഈസ് ദ ആവറേജ് സ്പീഡ്? സോ ഇത് കണ്ടുപിടിക്കാൻ എന്താണ് ഹാർമോണിക് മീൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 2 into 30 into 60 divided by 30 plus 60. So 2 180 60 into 30 into 2 divided by 90, 30, 40 km/h. 40 km/h. 40 km/h. Then next one, in a class of 50 students, 10 have failed and their average marks is 2.5. So 10 പേരുടേത് 2.5 plus total marks in a class of 50 അല്ലേ. സോ 40 into x അവരുടെ മാർക്ക് തന്നിട്ടില്ല. ടോട്ടൽ എത്രയാണ് തന്നിട്ടുണ്ട്? 281. സോ ഇത് എത്ര വരും? 40x is equal to 281. 2.5നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ 25 എത്ര കിട്ടും? 256. Therefore x is equal to 256 divided by 40. 6.40. 6.40. സോ നമ്മുടെ നോട്ട്സ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രമുള്ള PDF നമ്മുടെ ടൈറ്റൻസ് ബാച്ചിൽ അതിലിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഞാനിപ്പോൾ സോൾവ് ചെയ്തത് കൂടി നമ്മുടെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് ഷെയർ ചെയ്യാം. ഓക്കെ, സോൾവ് ചെയ്തത് കൂടി. സോ അത് അധികം സമയം കളയരുത്. ഇതിനകത്ത് ഡൗട്ട് ഉള്ളത് മാത്രം സ്റ്റെപ്സ് നോക്കിയിട്ട് അതിനകത്ത് ഞാൻ ഷെയർ ചെയ്യാം. സോൾവ് ചെയ്തതും കൂടെ അതിനകത്ത് ഷെയർ ചെയ്യാം. വേണ്ട ഏരിയാസ് മാത്രം നമ്മൾ നോക്കുക. If A and B are two independent
events. A and B are two independent events. A union B. So A and B are independent ആണെങ്കിൽ P of A intersection B എന്ന് പറയുന്നത് P of A into P of B ആണ്. P of A into P of B. So P of A x ആയിട്ട് എടുത്താൽ x into 1 by 3. That means 1 by 3x ആണ് in the P of A intersection B. P of A union B നമുക്ക് എന്ത് ഫോർമുല കൊടുക്കാം? P of A plus P of B minus P of A intersection B. So A union B 2 by 5 is equal to x plus 1 by 3 minus x by 3. So that implies 2 by 5. 3 എടുത്തു കഴിഞ്ഞാൽ 3x plus 1 minus x divided by 3. So that implies 6 by 5 equal 2x plus 1. So that means 6 equal to 10x plus 5. So that means 10x equal to 1. That implies P of A equal 1 by 10. 1 divided by 10. P of A is equal to 1 divided by 10. 1 divided by 10. Then random variable x has the following probability distribution. P of x is 0. Then P of x less than 3 കണ്ടുപിടിക്കണം. So that means P of x equal to 0 plus P of x equal to 1 plus P of x equal to 1. That means എത്ര കിട്ടും? 0 plus, because നമുക്ക് total probability 1 ആണ്. 0 plus 2k plus 3k plus k equal to 1 വരണം. So that means 6k equal to 1. That implies k equal to 1 by 6. So 0 വരും. Then x equal to 1 ആകുമ്പോഴത്തേക്കും 2 into 1 by 6 plus x equal to 1 ആകുമ്പോൾ 3 into 1 by 6. So that means എത്രയായിട്ടും 2 by 6 plus 3 by 6 എത്ര വന്നു? 5 divided by 6. 5 divided by 6. ടോട്ടൽ പ്രോബബിലിറ്റി 1 എന്നുള്ള കോൺസെപ്റ്റിലാണ് അതെല്ലാം കൂടെ ആഡ് ചെയ്ത് 1 എന്നെടുത്തു. ദെൻ കെയുടെ വാല്യൂ 1 by 6 കിട്ടി. P of x less than or equal to 3. That means x equal to 0, x equal to 1, x equal to 2 എടുത്തു. Then answer. Then next one. 85th. P of A 2 by 3, P of B 3 by 5, P of A union B തന്നിരിക്കുന്നു. P of A union B. A union B നമുക്ക് എങ്ങനെ എഴുതാം? P of A plus P of B minus P of A intersection B. So 5 by 6 equal 2 by 3 plus 3 by 5 minus P of A intersection B. So P of A intersection B equal 2 by 3 plus 3 by 5 minus 5 by 6. So 3, 5, 6, 6 ആണ് വലുത്. So 30 വരും. 30 വരുമ്പോഴത്തേക്കും 10 ആകുമ്പോഴത്തേക്കും 20, 6 ആകുമ്പോൾ 15, 6 ആകുമ്പോൾ 18 minus 25. The whole divided by 6. Whole divided by 30. So എത്ര കിട്ടും? 30. 13 divided by 30. നമുക്ക് എന്താണ് വേണ്ടത്? P of B given A means എന്താണ്? P of A intersection B divided by P of A. So 13 divided by 30, the whole divided by P of A എത്രയാണ്? 2 by 3. That means 13 divided by 3 into reciprocal കൊണ്ട് multiply ചെയ്യുമ്പോൾ 3 by 2. So എത്ര കിട്ടും? 13 divided by 20. 13 divided by 20. എൻ്റെ ചോയ്സ് ഉണ്ടോ? 13 divided by 20. 13 divided by 20. Okay, then next one. Consider ഒരു 1 അതിനകത്ത് 2 white 3 black balls and 2 4 white 6 black balls.
one ball is drawn randomly transferred from the first end to second end, and then one ball is drawn from end to probability that the drawn ball is white. No, ഏൺ 1ൽ നിന്ന് ഒരു ബോൾ ഡ്രോ ചെയ്ത് എൺ 2ലേക്ക് ഇടുന്നു, ദെൻ അതിൽ നിന്ന് വൈറ്റ് ബോൾ ഡ്രോ ചെയ്യാനായിട്ടുള്ള പ്രോബബിലിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. സോ ദാറ്റ് മീൻസ് ഫസ്റ്റ് ബോക്സിൽ നിന്ന് അല്ലെങ്കിൽ ഏണിൽ നിന്ന് എടുക്കുന്നത് ഒരു വൈറ്റ് ബോൾ ആണെങ്കിൽ നമുക്ക് എന്ത് വരും? പ്രോബബിലിറ്റി വൈറ്റ് ബോൾ എടുക്കാനുള്ള ചാൻസ് 2C1 അല്ലെ, വൈറ്റ് ബോളിൽ മാത്രമല്ല, ദെൻ ടോട്ടൽ എന്താണ് 5C1. ദാറ്റ് മീൻസ് 2/5 ഇൻറ്റു ദെൻ ഇതിൽ നിന്ന് ഒരു വൈറ്റ് ബോൾ എടുത്ത് ഇങ്ങോട്ട് ഇടുമ്പോഴത്തേക്കും എന്താവും? ഫസ്റ്റ് 5 white balls ആകും. ദാറ്റ് മീൻസ് എന്ത് വരും? 5 ഡിവൈഡഡ് ബൈ 11 ഓർ ദെൻ ഓർ മീൻസ് അഡീഷൻ ഒറ്റടിക്ക് എഴുതുവാണ്. ദെൻ ഫസ്റ്റ് ബോക്സിൽ നിന്ന് എടുക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് ബ്ലാക്ക് ബോൾ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എടുക്കാം? 3 ഡിവൈഡഡ് ബൈ 5 ഇൻറ്റു ദെൻ എടുക്കുമ്പോഴത്തേക്കും ഇവിടെ 4 ആണ്, മറ്റേതാവും 7 ആകും, ഡിവൈഡഡ് ബൈ 11. സോ ദാറ്റ് മീൻസ് 10 ഡിവൈഡഡ് ബൈ 55 പ്ലസ് 12 ഡിവൈഡഡ് ബൈ 55 കിട്ടും 22 ഡിവൈഡഡ് ബൈ 55. ഒറ്റടിക്ക് മൈൻഡിൽ തന്നെ വാല്യൂ എടുത്താണ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ സ്റ്റെപ്പ് അങ്ങനെ തന്നെ എക്സാമിന് ചെയ്യണം. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വരുന്ന എക്സാമിന് എടുത്തു. ദെൻ ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം, ഫേവറബിൾ ഔട്ട്കം ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം, അതാണ് ചെയ്തിരിക്കുന്നത്. 4 married couples have gathered in a room. 2 persons are selected at random amongst them. Find the probability that selected person are a gentleman and a lady but not couple. So 4 couples, that means 4 into 2, 8 persons ഉണ്ട്. then നമുക്ക് എന്താണ്? അതിൽ നിന്ന് 2 പേരെ സെലക്ട് ചെയ്യണം. ഒരാൾ ജെന്റിൽമാൻ ആയിരിക്കണം, രണ്ടാമത്തെ ആൾ ലേഡി ആയിരിക്കണം. പക്ഷേ എന്താ ഒരു കപ്പിൾ ആകാൻ പാടില്ല. കപ്പിൾ ആകാൻ ദാറ്റ് മീൻസ് 4 ജെന്റിൽമാൻ ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ എടുത്തു. ദെൻ അയാളുടെ കപ്പിൾ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ എത്രയാണ്? 3 ലേഡീസ്, അതിൽ നിന്ന് ഒരാളെ എടുത്തു, 3C2. ദെൻ ടോട്ടൽ എത്രയാണ്? 8, അതിൽ നിന്ന് 2 പേരെ എടുത്തു. സോ 4 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 7 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ. സോ 56ൻ്റെ പകുതി 28. സോ എത്ര കിട്ടും? 3/7. 3 ഡിവൈഡഡ് ബൈ 7. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ അല്ലേ? അപ്പം 4 കപ്പിളിൽ 4 ജെൻസിൽ നിന്ന് ഒരാളെ എടുത്തു. രണ്ടാമത് എടുക്കുന്നത് അയാളുടെ കപ്പിൾ വരാൻ പാടില്ല. ദെൻ റിമൈനിങ് 3 ഗേൾസ് അല്ലെങ്കിൽ 3 ലേഡീസ്, അതിൽ നിന്ന് ഒരാളെ എടുത്തു. ദെൻ ഡിവൈഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ്. ദാറ്റ് മീൻസ് ഔട്ട് ഓഫ് 8 വി ഹാവ് ടു സെലക്ട് 2 അറ്റ് എ ടൈം. എങ്ങനെ എഴുതാം? 8C2. ദെൻ നെക്സ്റ്റ് വൺ, a team of 5 is to be selected at random from 8 boys and 3 girls. 8 boys and 3 girls. Find the probability that it include 2 particular girls. 2 particular girls. 2 particular girls. Two particular girls. ആദ്യം നമുക്ക് 2 പേരിൽ നിന്ന് 2 പേരെ എടുക്കുന്നു. 2 particular girls. ദെൻ എത്രയാണ്? മൊത്തം നമ്മൾ 5 പേരാണ് സെലക്ട് ചെയ്യേണ്ടത്. 8C3 പ്ലസ് എന്താണ്? എക്സാക്ട്ലി 2 നല്ല പറഞ്ഞിരിക്കുന്നുണ്ട്. 3 പേരും സെലക്ട് ചെയ്താലും ആ 2 particular girls സെലക്ട് ആവും. 3C3 ഇൻറ്റു 8C2 the whole divided by 11C5. So 2C2 1 into 8C 3. 8C3 എന്ന് പറയുമ്പോഴത്തേക്കും 8C3 5 8 56 വരും. പ്ലസ് 3C3 1 into 8C2 28 divided by 5C5 11C5. So 6 factorial താഴെ വരും. Then into 5 factorial. 11 into 10 into 9 into 8 into 7 divided by 120. So എത്ര കിട്ടും? 7 into 10 into 9 into 8 7 462. So that means 84 divided by 462. So 42 കൊണ്ടാണെങ്കിൽ 2 divided by 11. 2 divided by 11. 2 divided by 11. Then next one, binomial distribution. So binomial distribution, e of x എന്ന് പറയുന്നത് n into p ആണ് 2. v of x
NPQ ആണ്, അത് 4/3 ആണ്. So that means 2 into Q ആണ് 4/3. That implies Q equal 2/3 വരും. So that implies P എന്ന് പറയുന്നത് 1 minus Q ആണ്. ബൈനോമിയൽ സക്സസ് ഫെയിലിയർ. ദാറ്റ് മീൻസ് ടോട്ടൽ 1 ആണ്. P ഈക്വൽ ടു P 1 minus P ആണ് Q കിട്ടുന്നത്, അല്ലെങ്കിൽ 1 minus Q ആണ് P കിട്ടുന്നത്. 1 minus 2/3, ദാറ്റ് മീൻസ് 1/3. Then the value of N. So NP is equal to എത്രയാണെന്നറിയാം, 2 ആണെന്നറിയാം. NP is equal to N into 1/3 equal to, that implies N is equal to 2 into 3, exactly 6 വരും, 6. Then next one, Poisson distribution. Poisson distribution formula എന്താണ്? f of x equal to e raised to minus m into m raised to x divided by x factorial. So p of x equal to 0 equal to p of x equal to 2. So that implies നമുക്ക് എങ്ങനെ എഴുതാം, e raised to minus m into m raised to 0 divided by 0 factorial is equal to e raised to minus m into m square divided by 2 factorial. So e raised to minus m get cancelled, m raised to 0 0 factorial 1 എന്നാണ്. Okay, e raised to minus m get cancelled. So 1 is equal to m square divided by 2 factorial. That implies m square equal to 2, m equal to root of 2, root 2. M is equal to root 2. Then the standard deviation of a Poisson distribution is 2. Then its mod. So sigma 2 ആണ്, sigma square 4 ആണ്. Poisson distribution, Poisson mean equal to variance. So m integer ആണ്. Then by model വരും. That means m വരും and m minus 1. So 4 minus 1 3a and 4 വരും. So 4 ൽ നിന്ന് പറഞ്ഞാൽ 3a, then actually m 4, 3 and 4, 2 models. Normal distribution, quartile deviation is 6 and standard deviation. So 4 into standard deviation equal to 6 into quartile deviation ആണ്. Therefore standard deviation equal 6 into quartile deviation, 6 divided by 4, 39. Then for Poisson distribution mean, നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത ക്വസ്റ്റ്യനിൽ ചെയ്തപോലെ മീനും വേരിയൻസും എന്തിൽ ഈക്വൽ ആണ്, Poisson distributionൽ. The next one, correlation, x and y minus y. So byx into pxy and the equal to r square. So that implies minus 1 by the correlation coefficient between x and y is. So bxy തന്നിരിക്കുന്നു. So that means നമുക്ക് എടുക്കാം pyx into minus 1 by 8 എന്താണ്, minus 1 by 2 the whole square. Byx into minus 1 by 8, that implies byx equal വരുമ്പോഴത്തേക്കും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും minus 8 by 4 minus 2 minus 2. R square is equal to byx into bxy. ആ പ്രോപ്പർട്ടിയാണ് എടുത്തിരിക്കുന്നത്. The next one, regression coefficient r independent of change of origin but not scale. Change of origin independent ആണ്, but scale dependent ആണ്. Next one, the covariance. So calculations, correlation coefficient formula എന്താണ്, covariance of xy divided by standard deviation of x into standard deviation of y. So covariance 8.4, variance 25 തന്നിരിക്കുന്നു. So sigma square x 25, that implies sigma x 5 36, that implies sigma y 6, 5 into 6. So 8.4 divided by 30, it is 0.28. Then
97, question 97, regression lines. So first 8x minus 10y plus 66 equal to 0. So ഇവിടെ 8x plus 66 equal to 10y എടുക്കുകയാണ്. So that implies y equal to 6.6 plus 0.8x. So byx. So ഇവിടെ നമ്മൾ ആക്ച്വലി y equal to a plus bx. So byx അല്ലെങ്കിൽ b equal to എന്ത് വരും? byx അല്ലെങ്കിൽ b equal to 0.8. അതേപോലെ അടുത്തത് x equal to a plus by എന്ന ഫോർമാറ്റിൽ എടുക്കുകയാണ്. അതാണ് 40x minus 18y equal to 214. So 40x is equal to 214 plus 18y. So x is equal to 214 divided by 40 plus 18 divided by 40y. 18 divided by 40, 30. So x is equal to 14 divided by 40 plus 0.45y. So that implies bxy equal to 0.45. And b equal to, so bxy and byx കിട്ടിയാൽ r is equal to plus or minus root of bxy into byx plus or minus root of bxy 0.45 into 0.8. 0.8 equal to 0. Plus or minus root of 0.36 കിട്ടും 0.6. അതിൻ്റെ പോസിറ്റീവ് ആയതുകൊണ്ട് ഇതിൻ്റെ എന്ത് വരും? പ്ലസ് വരും. So that means point plus 0.6. Then next one, the data Polish and Laplace index are is as follows. Polish, okay, Laplace index, then Parse's index. So Polish is equal to Lap plus Parse's divided by 2. So that implies 150 is equal to Laplace under Parse's divided by 2. So that means Parse's index is equal to cross multiplying 300 minus 180 is equal to 120. Choice. Then second last question, Laplace. Parse's index is equal to root of Laplace into Parse's. So that means root of 90 into 160. So theorem 90 into 160. Okay, 120. ഈ ഫോർമുലാസ് എല്ലാം ഗ്രിപ്പ് ഉണ്ടാവണം. നേരെ ആൻസറാണ്, വിത്തിൻ സെക്കൻഡ്സ് ആൻസറാണ്. ഫോർമുലാസ് അറിയാമെങ്കിൽ ലാസ്റ്റ് വൺ. ദെൻ നമുക്ക് എന്താണ് Parse's ഐഡിയൽ ഇൻഡെക്സ് ഫോർമുല എന്താണ്? റൂട്ട് ഓഫ് സിഗ്മ P1 Q0 ഇൻറ്റു സിഗ്മ P1 Q1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു സിഗ്മ P0 Q1 ഇൻറ്റു 100. എല്ലാം തന്നിരിക്കല്ലേ ക്വസ്റ്റ്യനിൽ. റൂട്ട് ഓഫ് 97 ഇൻറ്റു 117 ഡിവൈഡഡ് ബൈ 116 into 114. 116 into 140 അടിക്കാം പ്ലസ് 97 into 117 അടിക്കാം ഡിവൈഡ് ബൈ മാസ് ഈക്വൽ ദെൻ അതിൻ്റെ റൂട്ട് ഇൻറ്റു 100 30 83.5960. നമ്മുടെ ചോയ്സിൽ ഏറ്റവും അടുത്ത് വരുന്നത് 83.59. 83.59. ഓക്കെ, സോ ഇത്രയാണ് നമ്മളൊരു 100 ക്വസ്റ്റ്യൻസ് ചെയ്തത്. ദെൻ മെയിൻലി 1-2 കാര്യങ്ങളാണ് പറയാനുള്ളത്.
സോ നാളെ എക്സാമിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, രണ്ട് പെൻസിൽ എടുക്കുക, ദെൻ ബ്ലാക്ക് ബോൾ പെൻ എടുക്കുക. നിങ്ങൾ 2 എക്സാംസ് ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരുണ്ടെങ്കിൽ 2 എക്സാം എഴുതിയത് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ആയിരുന്നു. 15 മിനിറ്റ്സ് നിങ്ങൾക്ക് ഫുൾ ഓഫ് ടൈം കിട്ടിയിട്ടുണ്ട്. സോ പേപ്പർ 3യും പേപ്പർ 4ഉം അങ്ങനെയില്ല, 2 hours, എക്സാക്ട്ലി 2 hours, 3 hours അല്ല, 2 hours ആണ്. 100 മാർക്സ് ക്വസ്റ്റ്യൻസ് ഈച്ച് ആണ്. ദെൻ അതിൽ നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. സോ ബബിൾസ് ഫില്ലപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ബോക്സ് ഫില്ലപ്പ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ബോൾ പെന്നും, ബബിൾസ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ HP പെൻസിൽ തന്നെ യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. സോ എക്സാമിന് പോകുമ്പോഴത്തേക്കും 2 പെൻസിൽ, 2 ബ്ലാക്ക് ബോൾ പെന്ന്. സോ ഒബിയസ്ലി അഡ്മിറ്റ് കാർഡ്, ദെൻ കാൽക്കുലേറ്റർ മസ്റ്റാണ്. ദെൻ നാളെ നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും വെയിറ്റേജ് ഉണ്ടോ. സോ നാളത്തെ രാവിലത്തെ മോർണിംഗ് സെഷനിൽ, അല്ലെങ്കിൽ നാളെ ഉച്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഫസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്. അപ്പോൾ ഫസ്റ്റ് ആ ചാപ്റ്റർ റിവൈസ് ചെയ്യുക, വൃത്തിയായിട്ട് റിവൈസ് ചെയ്യുക. 14 മാർക്സ് വെയിറ്റേജ് വരുന്ന ഒരു ചാപ്റ്ററാണ് ബിസിനസ് മാത്തമാറ്റിക്സിൽ ആദ്യം. സോ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്, മുഴുവൻ ക്വസ്റ്റ്യൻ ചെയ്യാൻ നിൽക്കരുത്. എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോമുലാസ് നിങ്ങൾ എല്ലാ ഫോമുലാസ് മാത്രം, ഇനിയും ഒരു ക്വസ്റ്റ്യനും പുതിയതായിട്ട് ഒരു ക്വസ്റ്റ്യനും ചെയ്ത് സമയം കളയരുത്. ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കാൽക്കുലേറ്ററിൽ അടിക്കുക, അല്ലെങ്കിൽ ഫോമുല എഴുതി നോക്കുക, ദെൻ ജസ്റ്റ് സ്റ്റെപ്സ് നോക്കുക. അങ്ങനെ വേണമെങ്കിൽ അതിനാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഇനിയും ഓരോ ക്വസ്റ്റ്യൻ എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പോലും ചെയ്ത് തീർക്കാനുള്ള ടൈമില്ല. ഇനി നിങ്ങൾക്ക് 1.5 ദിവസമാണ് ആക്ച്വലി ഉള്ളത്. സോ അതിനകത്ത് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്, ദാറ്റ് മീൻസ് അതിനകത്ത് ഫോമുലാസ് എല്ലാം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോമുലാസ് മാത്രം നിങ്ങൾ സെപ്പറേറ്റ് എഴുതണം. സോ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ചാപ്റ്റർ വൈസ് നോർമൽ ഫോമുല, ദെൻ വേറെ ഒരു പേജിൽ ഷോർട്ട് കട്ട് ഫോമുലയും കാൽക്കുലേറ്റർ ട്രിക്സ് എഴുതുക. ബിക്കോസ് അതെല്ലാം നാളെ എക്സാമിന് പോകുന്നതിന് മുമ്പ് പോലും റിവൈസ് ചെയ്യുന്നത് നല്ലതാണ്. സോ റിവിഷൻ ഇൻ ദ സെൻസ് ഓരോ ചാപ്റ്ററിലെയും നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് വിടുക. ദെൻ പക്ഷേ ഫോമുലാസ് മസ്റ്റായിട്ട് ഒരു പേപ്പറിൽ നിങ്ങൾക്ക് എല്ലാം കറക്റ്റായിട്ട് ഡിവിഷൻ ആണോ ഇൻറ്റു ആണോ എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് വരുന്നുണ്ട്. പ്ലസ് കാൽക്കുലേറ്റർ ട്രിക്ക്, ഷോർട്ട് കട്ട് ഫോമുലാസ്. So mathematics of finance, then ratio, proportion, indices and logarithms. So അത് നമുക്കൊരു 5 മാർക്സ് വെയിറ്റേജ് വരുന്നതാണ്. ദെൻ ഇക്വേഷൻസ് ചാപ്റ്റർ, അതും നമുക്ക് 5 മാർക്സ്. ഇക്വേഷൻസ് ആൻഡ് ഇൻഇക്വാളിറ്റീസ് കൂടെ നോക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് 5 + 1 6 മാർക്സ്. ഇത്രയും ഇതിൻ്റെ ഒന്നും ആദ്യം മുതൽ നോക്കാനല്ല, റേഷ്യോ തിയറി മാത്രം വേണ്ട, ഫോമുലാസ് മാത്രം എഴുതുക. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോവുക. കാൽക്കുലേറ്ററിൽ മാത്രം ടെസ്റ്റ് ചെയ്ത് നമുക്ക് 3 സ്റ്റെപ്പിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം ഇനി പ്രാക്ടീസ് ചെയ്യാൻ. സ്റ്റെപ്പ് എഴുതി പ്രാക്ടീസ് ചെയ്യരുത്. ഇത്രയും നമ്മൾ ആദ്യം ഇതെടുക്കുക. ദെൻ ഇത് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ഇവിടെ വരുന്നത്, ഈ 3. ബിക്കോസ് ഈ ഒരു ചാപ്റ്റർ അത്രത്തോളം വെയിറ്റേജ് കൊടുക്കുക. ഒരുപാട് കാര്യങ്ങൾ പലയിടത്തും യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലോഗാണേലും റേഷ്യോ ആണേലും പ്രപ്പോർഷൻ ആണെങ്കിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ നാളെ ഉച്ചക്കത്തേക്ക് സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ആൻഡ് സാമ്പിളിംഗ്, ദെൻ മെഷേഴ്സ്, സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ. സോ ഇത് രണ്ടിനും കൂടെ നമുക്ക് 20 മാർക്സ് ആണ്. സോ നോർമലി നമുക്ക് അതിനകത്തൊരു 5 to 6, ഇവിടെ സെക്കൻഡ് ചാപ്റ്ററിൽ 14 to 15 മാർക്സ്, 14 to 15 മാർക്സ് വരെ വരാവുന്നതാണ്. സോ ഇതുണ്ടോ നാളെ ഉച്ചയ്ക്കുള്ളിൽ നമ്മൾ ഈ പറയുന്ന കാര്യം ശ്രദ്ധിക്കണം. അതിലെ എല്ലാ ക്വസ്റ്റ്യനും ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് പോലും തീരില്ല. ഫോമുലാസ് മാത്രം പേപ്പറിൽ എഴുതി നോക്കുക, എല്ലാം എനിക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ദെൻ ചില ക്വസ്റ്റ്യൻസിന് മാത്രം സ്റ്റെപ്സ് കാൽക്കുലേറ്ററിലും ജസ്റ്റ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്ത് വെച്ചതിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോകുക, സ്റ്റെപ്സ് ഒന്ന് റിവൈസ് ചെയ്ത് പോകുക. സോ ഇതേപോലെ ഈ ഒരു ചാപ്റ്ററിൽ പക്ക തിയറി ഏരിയ ആണ്. 5-6 മാർക്ക് അതിന് കിട്ടുക. മീൻസ് അത്രത്തോളം ലെസ് ദാൻ 5 seconds ആൻസർ എഴുതി കഴിഞ്ഞാൽ 6 അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് വേറെ ലോജിക്കൽ റീസണിങ്ങിലൊക്കെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ആ ടൈം സേവ് ചെയ്യാം. ദെൻ അതേപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പെർഷൻ, അത് 14 to 15 മാർക്സിന് വരുന്നതാണ്. നമുക്ക് ഈ രണ്ട് ചാപ്റ്റർ എക്സാക്ട്ലി അറിയാമെങ്കിൽ തന്നെ നമുക്ക് ആക്ച്വലി ജയിക്കാനുള്ള ഏരിയ കിട്ടും. അതുകൊണ്ട് നാളെ ഉച്ചയ്ക്കുള്ളിൽ അത് തീർന്നിരിക്കണം. ദെൻ സോ പിന്നീട് മാത്സിൽ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നമുക്കൊരു 4 മാർക്സ് വരെയാണ്ട് വരാം. സീക്വൻസ് ആൻഡ് സീരീസ് 4 മാർക്സ് വരെ വരാം.
സെറ്റ്സ്, റിലേഷൻസ്, ഫങ്ഷൻസ് ആൻഡ് ലിമിറ്റ്സ് നമ്മൾ ചെയ്തത് 4 മാർക്സ്. ഓക്കെ, ഇതിൻ്റെ എല്ലാം പ്രോപ്പർട്ടീസ് മാത്രം നോക്കി വിടുക. ചെയ്യേണ്ടത് രീതി ചെയ്ത് സമയം കളയുന്നത് പ്രോപ്പർട്ടീസ് നോക്കി വിടുക. ദെൻ ഇത്രയും ഏരിയാസാണ് നമുക്ക് മാത്സിൽ വരുന്നത്. ദെൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ. സോ ഇതിനകത്തെല്ലാം ശ്രദ്ധിക്കേണ്ടത് മെയിൻ എന്താണ് കോറിലേഷൻ, എന്താണ് റിഗ്രഷൻ. സോ ഇതിനകത്ത് ചേഞ്ച് വരുമ്പോൾ എന്താ അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ ബേസിൽ മാത്രമാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ആൻഡ് ആ പ്രോപ്പർട്ടീസ് മാത്രം എന്താണെന്നുള്ളത് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാത്രം പേപ്പറിൽ എഴുതിയിട്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് നോക്കുക. നമ്മളിപ്പോൾ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമുക്ക് എക്സാമിന് ടെസ്റ്റ് ചെയ്യുന്നത്. പ്രോപ്പർട്ടീസ് മാത്രം നോക്കുക. ദെൻ അതിനകത്ത് ഇൻഡെക്സ് നമ്പേഴ്സ്, ദെൻ പ്രോബബിലിറ്റി, തിയററ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സോ ഇതിനകത്തെല്ലാം തന്നെ നമുക്ക് അതുപോലെ എല്ലാം നമുക്ക് 5 മാർക്സ് ഏരിയ ആണ് വരുന്നത്. ദെൻ ലോജിക്കൽ റീസണിങ്, അതിനകത്ത് പ്രത്യേകിച്ച് തിയറി ഒന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ലോജിക്കൽ റീസണിങ് ലോജിക്കാണ്. കുറച്ച് ക്വസ്റ്റ്യൻസ് സ്ക്വയർ +1 ആണോ, അല്ലെങ്കിൽ പ്രൈം നമ്പറിൻ്റെ സ്ക്വയർ അല്ലെങ്കിൽ ക്യൂബ്, അങ്ങനെ വരുന്ന ഒരു പെട്ടെന്ന് ചിന്തിച്ചെടുക്കാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് മൊത്തം ചെയ്ത് നോക്കണ്ട, എന്താണ് അതിൽ ചെയ്തിരിക്കുന്നതെന്ന് നോക്കണ്ട. ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ഇന്ന കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ആലോചിച്ച് നോക്കണം എന്ന് മനസ്സിലാക്കാനായിട്ട് ലോജിക്കൽ റീസണിങ്ങിൻ്റെ ആ ഏരിയാസ് ഒന്ന് നോക്കുക. ലോജിക്കൽ റീസണിങ്ങിൻ്റെ ആ ഏരിയാസ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് നാളെ റിവൈസ് ചെയ്യാനായിട്ട് ഇത്രയും രാവിലത്തെ സെഷനിൽ ഇത്രയും കാര്യങ്ങൾ തീരണം. ഫുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ തീരില്ല. അതിൻ്റെ തിയറി പ്ലസ് കാൽക്കുലേറ്റർ ട്രിക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഫോമുല ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്യുക. ചില ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് പോവുക. ഫുള്ള് ചെയ്ത് നിൽക്കരുത്, സമയം കളയരുത്. ദെൻ നാളെ ഒന്നും പുതിയതായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആദ്യം മുതൽ ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയെങ്കിൽ ആവശ്യമില്ലാതെ പാനിക്കാവും. നമ്മൾ കറക്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്തത് നമ്മുടെ കയ്യിലുണ്ടല്ലോ, നമ്മളെല്ലാം ഉണ്ട്. സോ അല്ലെങ്കിൽ ആൻസർ ഏതെങ്കിലും രീതിയിൽ ആൻസർ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ റിവൈസ് ചെയ്യുക. പ്ലസ് നമ്മുടെ ടൈറ്റൻസ് ബാച്ചിലെ റിവിഷനിൽ വന്നിരിക്കുന്ന റാപ്പിഡ് റിവിഷൻ ഉണ്ടായിരുന്നു. MTPs എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതെല്ലാം അതിനകത്ത് നോർമലി കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആണ്. അതിനകത്ത് ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം ആൻസർ വെച്ചിട്ട് റിവൈസ് ചെയ്ത് പോവുക. എല്ലാം ചെയ്ത് സമയം കളയരുത്. പുതിയതായിട്ടൊന്നും തന്നെ ചെയ്ത് സമയം കളയാതിരിക്കുക. ദെൻ ഇതിൻ്റെ എല്ലാം റിവിഷൻ പ്ലസ് കാൽക്കുലേറ്റർ എല്ലാം നോക്കുക. കാൽക്കുലേറ്റർ എല്ലാം ആഡിക്വേറ്റ് ആയിട്ട് അതിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്, നന്നായിട്ട് തെളിയുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിക്കൊണ്ട് പോവുക. ദെൻ 2 പെൻസില്, 2 ബ്ലാക്ക് ബോൾ പെന്ന് കൊണ്ടുപോവുക. കറക്റ്റായിട്ട് സ്കെയിൽ വേണമെങ്കിൽ സ്കെയിൽ കൊണ്ടുപോവുക. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ട് സോ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ ദെൻ 4 ചോയ്സ് ABC അങ്ങനെ ആയിരിക്കും തരുന്നത്. ABCD ഉണ്ടാകും ഇങ്ങനെ ചോയ്സ്. ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ചെറിയ സ്പേസ് ഉണ്ടാകും. ആക്ച്വലി അവിടെ ചെയ്യുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതെങ്കിലും പെൻസിലിന് നമുക്ക് ഓരോ ക്വസ്റ്റ്യനും പുറകിലേക്ക് തിരിച്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പെൻസിലിന് ലൈറ്റായിട്ട് അവിടെ ചെയ്യുക. ഒരു കാരണവശാലും ആൻസർ മാർക്ക് ചെയ്യാതിരിക്കുക. നേരെ ഒരു ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലല്ല മാർക്ക് ചെയ്യേണ്ടത്, ഏറ്റവും അവസാനം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് മാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കരുത്. നമ്മൾക്ക് സ്റ്റെപ്പിനല്ല മാർക്ക് ഉള്ളത്. OMR ഷീറ്റിൽ കറക്റ്റായിട്ടൊരു ആൻസർ നമ്മൾ കറക്റ്റായിട്ട് ബബിൾ ചെയ്താൽ HP പെൻസിൽ യൂസ് ചെയ്ത് ബബിൾ ചെയ്താൽ അത് കറക്റ്റ് ആണെങ്കിലാണ് മാർക്ക് വരുന്നതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ കിട്ടി, അതുകൊണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യാം, ആൻസർ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിലല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേകം പറയുന്നതാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്താൽ ആ ക്വസ്റ്റ്യൻ വാല്യൂ ചെയ്യില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും ആൻസർ മാർക്ക് ചെയ്യരുത്. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ റൈറ്റ് സൈഡിൽ ലൈറ്റായിട്ട് പെൻസിൽ നന്നായിട്ട് ഷാർപ്പൻ ചെയ്ത് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യാം. OMR ഷീറ്റിൽ മാർക്ക് ചെയ്യാനായിട്ട് അത്രയും ഷാർപ്പൻ അല്ലാത്ത പെൻസിൽ യൂസ് ചെയ്യുക. സോ അങ്ങനെ ലൈറ്റായിട്ട് ചെയ്തിട്ട് തൂത്ത് കളയുക. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ്, അതായത് ക്വസ്റ്റ്യൻ്റെ താഴെ അപ്പോൾ തന്നെ ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് ഫോമിൽ അറിയാം, ക്വസ്റ്റ്യനിൽ നിന്ന് അപ്പോൾ തന്നെ വാല്യൂ എടുത്തിട്ട് കൊടുത്തു കാൽക്കുലേറ്ററിൽ ചെയ്യാം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ എക്സാമിൻ്റെ അപ്രോച്ച് വരുന്നത്. ദെൻ ഈ പറഞ്ഞ പോലെ ഒരു ആൻസർ കിട്ടിയെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ നേരെ എന്ത് മാർക്ക് ചെയ്യുക, OMR ഷീറ്റിൽ മാർക്ക് ചെയ്ത് 1 മാർക്ക് കിട്ടുന്നുണ്ട്. ആദ്യത്തെ 1 മണിക്കൂറിൽ 40+ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കുക. സോ നമ്മുടെ സെക്കൻഡ് മോക്ക് ടെസ്റ്റ് വന്നതുപോലെ തന്നെയാണ് നമ്മുടെ ആക്ച്വൽ എക്സാം വരുന്നത്. ഒരു രീതിയിലും ഓർഡർ ഫോളോ ചെയ്തല്ല. ആദ്യം മാത്സ്, പിന്നെ ലോജിക്കൽ റീസണിങ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനെയെല്ലാം മിക്സായിട്ടാണ് വരുന്നത്. സോ ആദ്യത്തെ ഒരു 5-10 മിനിറ്റ്സിൽ തന്നെ നമ്മൾ ഒറ്റയടിക്ക് പെട്ടെന്ന് വായിച്ച് നോക്കുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ തിയറി, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ തിയറി അല്ലെങ്കിൽ മാത്സിൻ്റെ ഡയറക്റ്റ് ഒരു ഷോർട്ട് കട്ട് ഫോമിൽ യൂസ് ചെയ്ത് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ആദ്യം സോൾവ് ചെയ്യുക. ഒരു കാരണവശാലും
ലോജിക്കൽ റീസണിങ്ങിൽ 20 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിക്കരുത്. ലോജിക്കൽ റീസണിങ്ങിൽ ചില ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോർമലി ചോദിക്കാറുണ്ട്. അതുകൊണ്ട് മാത്സും സ്റ്റാറ്റും ബേസിക്കലി നമുക്ക് ആദ്യത്തെ ഒരു മണിക്കൂറിനുള്ളിൽ 45 പ്ലസ് 50 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ ജയിച്ചു എന്ന കോൺഫിഡൻസ് ആദ്യത്തെ ഒരു മണിക്കൂറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആ ഓർഡർ അല്ല ഫോളോ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മൊത്തത്തിൽ നോക്കുക. തിയറി ക്വസ്റ്റ്യൻസ് ഉള്ളത് ആദ്യം കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക, ദെൻ സ്റ്റെപ്സ് കുറവായിട്ടുള്ളത് ചെയ്യുക. അതിനുശേഷം ലോജിക്കൽ റീസണിങ് എങ്ങനെയാണോ ചെയ്യുന്നത് അത് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട്, ഒരു കാരണവശാലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ഇത് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് ലോജിക്കൽ റീസണിങ് ആണ് ശ്രദ്ധിക്കേണ്ടത്. കൂടുതൽ ടൈം എടുക്കും തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ചെയ്യാം. ഒരു മണിക്കൂറിന് ശേഷം നമുക്ക് ആദ്യത്തെ ഒരു മണിക്കൂറിൽ എന്താണ് 40+ അല്ലെങ്കിൽ 50+ അല്ലെങ്കിൽ 40+ ക്വസ്റ്റ്യൻ 45 ക്വസ്റ്റ്യൻ ചെയ്തു. ഏകദേശം എനിക്കെല്ലാം ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചെയ്തതെങ്കിൽ നമുക്ക് അത്രത്തോളം കോൺഫിഡൻ്റ് ആയിട്ട് 45 ക്വസ്റ്റ്യൻസ് 1 hourൽ കിട്ടി. സോ ഇനി ബാക്കിയുള്ള ടൈമിൽ നമുക്ക് ടൈം എടുത്ത് ചെയ്താലും ഒരു 35 ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്തു, കറക്റ്റായിട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ 80+ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാം. സോ അതുകൊണ്ട് ഈ ഫസ്റ്റ് 1 hourൽ 45 ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ഓർഡറിൽ ചെയ്താൽ കിട്ടണം എന്നൊരിക്കലുമില്ല. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻ തിയറി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം, ദെൻ നമുക്ക് കറക്റ്റായിട്ട് തിയറി അറിയാം അല്ലെങ്കിൽ ആൻസർ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആദ്യം പിക്ക് ചെയ്യുക. ദെൻ പെട്ടെന്ന് തന്നെ നമ്മൾ അല്ലെങ്കിൽ ചെയ്ത ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോർമലി കിട്ടാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ശ്രദ്ധിക്കേണ്ടത്. സോ കാൽക്കുലേറ്റർ, അഡ്മിറ്റ് കാർഡ്, പെൻസില്, ബ്ലാക്ക് ബോൾ പെൻ കൊണ്ടുപോവുക. സോ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം ആൻസർ എഴുതുക. സോ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമ്മളൊരു 30 to 45 സെക്കൻഡ്സ്, 1 മിനിറ്റിൽ താഴെയാണ് എടുക്കേണ്ടത്. ചില ക്വസ്റ്റ്യൻ അതിലും കൂടുതൽ എടുക്കും. ദാറ്റ് മീൻസ് ചില തിയറി ക്വസ്റ്റ്യൻ നമുക്ക് 10 സെക്കൻഡ്സിൽ താഴെ ചെയ്യാവുന്ന രീതിയിൽ കിട്ടും. സോ അതിന് ആവശ്യമില്ലാത്ത ടൈം കൊണ്ട് ക്വസ്റ്റ്യൻ വായിച്ചു ആൻസർ ചെയ്യുമെങ്കിൽ നേരെ എന്താണ് അവിടെ പോലും നോക്കേണ്ട, നേരെ OMR ഷീറ്റ് വയ്ക്കുക, അതിൽ ആ ക്വസ്റ്റ്യൻ കറക്റ്റായിട്ട്. സോ നമുക്കിപ്പോൾ ചിലരുടെ സംശയമാണ് കറക്റ്റ് ഓർഡർ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഒരു തിയറി ക്വസ്റ്റ്യൻ. നേരെ എന്ത് ചെയ്യുക, 100th ക്വസ്റ്റ്യൻ നേരെ OMR ഷീറ്റിൽ മാർക്ക് ചെയ്യുക, പിന്നെ 80th ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യുക. പക്ഷേ കറക്റ്റായിട്ട് OMR ഷീറ്റിൽ ഇന്ന ക്വസ്റ്റ്യനാണ് ഞാൻ മാർക്ക് ചെയ്തതെന്ന് കറക്റ്റായിട്ട് ഉറപ്പ് വരുത്തുക അല്ലേ. സോ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ, സോ 10th ക്വസ്റ്റ്യനാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്, അത് 11th ക്വസ്റ്റ്യൻ കൊണ്ട് മാർക്ക് ചെയ്താൽ പിന്നീട് ചെയ്യുന്നതൊക്കെ തെറ്റാൻ ചാൻസ്, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ അറിയും. അപ്പോൾ ആകെപ്പാടെ ടെൻഷനായി. അതുകൊണ്ട് തന്നെ 10th ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യുമെങ്കിൽ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ച് നോക്കുക, എനിക്ക് 10th ക്വസ്റ്റ്യൻ തന്നെയാണ് ഞാൻ മാർക്ക് ചെയ്തത്. ഇപ്പോൾ ചോയ്സ് B, A ആണെങ്കിൽ നമുക്ക് തെറ്റില്ല. ഇപ്പോൾ D ആണെങ്കിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു കളർഫുൾ ഇതല്ല OMR ഷീറ്റ് വരുന്നത്. സോ അതുകൊണ്ട് ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇപ്പം ലോജിക്കൽ റീസണിങ്ങിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങി 1 മിനിറ്റായിട്ട് നമുക്ക് എങ്ങും എത്താത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ബെറ്റർ ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യുക. അതിനുശേഷം അടുത്ത് നമുക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ, അല്ലാണ്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ 5 മിനിറ്റും അല്ലെങ്കിൽ 4 മിനിറ്റും ഒന്നും എടുത്ത് സമയം കളയരുത്. നമുക്ക് 80+ ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി നമുക്ക് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്താൽ നമ്മുടെ MTPs റിവിഷൻ ടെസ്റ്റിൽ നമ്മുടെ ടൈറ്റൻ റിവിഷൻ വന്നിരിക്കുന്നതിന് ഒന്ന് റിവൈസ് ചെയ്യണ്ട. ഇനി ഒന്നും ചെയ്ത് സമയം കളയരുത്. നമുക്ക് വേണ്ടത് തിയറി നോട്ട് ചെയ്യുക, ഇക്വേഷൻസ്, ഷോർട്ട് കട്ട് ഫോർമുലാസ്, കാൽക്കുലേറ്ററൊക്കെ എല്ലാം കാൽക്കുലേറ്ററിൽ വർക്ക് ചെയ്ത് എനിക്കെല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് നാളെ ഉറപ്പ് വരുത്തുക. ഈ പറയുന്ന രീതിയിൽ നാളെ ഒന്ന് റിവൈസ് ചെയ്യുക, വെയിറ്റേജ് വെച്ചിട്ടൊന്ന് റിവൈസ് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചതിന് ശേഷം മാത്രം ഒരു ആൻസർ പിക്ക് ചെയ്യാം. ഓക്കെ അല്ലേ? സോ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്, ഓൾ ദ വെരി ബെസ്റ്റ്. എക്സാം നന്നായിട്ട് എഴുതുക. ഓക്കെ, താങ്ക് യു.